അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലീന സോജൻ, ജാർഖണ്ഡിൽ മിഷണറി ദൗത്യവുമായി കടന്നുപോയ കർത്താവിന്റെ ദാസി തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകർക്കൊപ്പം പങ്കുവെക്കും. വളരെ ഹൃദയസ്പർശിയായ അനുഗ്രഹീതമായ ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ച രാത്രി 8 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലീന സോജനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് അരോമ ടി വിയിലൂടെ എന്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന എന്റെ കർത്താപ്പച്ചന് ഞാൻ എല്ലാ മഹത്വവും നന്ദിയും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഈ അരോമ ടി വിയിലേക്ക് പരിചയപ്പെടുത്തിയത് സിസ്റ്റർ റെനി തോമസ് ആണ്. അരോമ ടി വിയിലൂടെ എന്റെ സാക്ഷ്യം അറിയിക്കുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകൾക്കും അതുപോലെ അരോമ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള നന്ദിയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ലീന സോജൻ എന്നാണ്. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്ത് ഗഡ്വ എന്ന ജില്ലയിൽ നിന്നാണ്. എനിക്ക് ഭർത്താവും 2 മക്കളുമുണ്ട്. എൻ്റെ ഭർത്താവ് പാസ്റ്റർ സോജൻ മാത്യു, മൂത്തത് മോളാണ്, മോൾ ആൽഫ ആനി. ഇപ്പോൾ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ സെക്കൻഡറാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത് മോനാണ്, ആരോൺ. മോന് 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് ഏകദേശം 14 വർഷമായിട്ട് കർത്താവിന്റെ വേല ഈ ഗഡ്വ എന്ന സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയില് പുല്ലാട് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട് ഇലന്തൂർ എന്ന സ്ഥലത്താണ്, പത്തനംതിട്ട ജില്ലയിൽ തന്നെ. എൻ്റെ വീട്ടില് മാതാവും പിതാവും 2 സഹോദരങ്ങളും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. എന്നാൽ എൻ്റെ പിതാവ് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ ബാല്യകാലത്തെ പറ്റി പറഞ്ഞാൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടൊരു ബാല്യകാലമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ദൈവകൃപയിൽ ഞങ്ങളെ 3 പേരെയും വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. പ്രാർത്ഥനയിലും ആരാധനയിലും എല്ലാ ചർച്ചിന്റെ മീറ്റിങ്ങുകളിലും അതുപോലെ കുടുംബ പ്രാർത്ഥനകളിലും ഞങ്ങളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും അതിലൂടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ഒത്തിരി ഉത്സുകരായിരുന്നു എന്നുള്ളതിൽ ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. അത് മുഖാന്തരമാണ് ഇന്ന് എനിക്ക് കർത്താവിന്റെ പേരുടെ ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കിയത്. എൻ്റെ ബാല്യകാലത്തില് സൺഡേ സ്കൂളിൽ പഠിക്കുവാനും യൂത്ത് മീറ്റിങ്ങുകൾ അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ എൻ്റെ ബാല്യകാലത്തെ പറ്റി പറഞ്ഞാല് 13ാമത്തെ വയസ്സില് ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു രോഗം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും ആ രോഗം എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സ് പറഞ്ഞത് സെറിബ്രൽ മെനിഞ്ചൈറ്റിസ് എന്ന രോഗം, ബ്രെയിനെ എഫക്ട് ചെയ്യുന്ന ഒരു രോഗം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും എൻ്റെ 1 സൈഡ് വലത്തുവശം പാരലൈസ് ആയി പോകാനിടയായി തീർന്നു. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ശനിയാഴ്ച വൈകിട്ട് രാത്രി ഞാൻ കിടന്നുറങ്ങി. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് സൺഡേ സ്കൂളിന് പോകണമായിരുന്നു. എന്നാൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ കഴിയാതെ എൻ്റെ ശരീരം തളർന്നു പോകുവാനിടയായി തീർന്നു. അന്ന് ഒരു ബന്ദിന്റെ സമയമായിരുന്നു നാട്ടില്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ വാഹനമില്ലാത്തൊരു ദിവസമായിരുന്നത് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ ഒരു ഓട്ടോ വിളിച്ച് എന്നെ ചർച്ചിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. ചർച്ചിൽ പോയി അവിടെ എന്നെ പാഴ്സനേജ് കിടത്തി അവർ ആരാധനയ്ക്ക് ഇരുന്നു. ചർച്ചിൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഏകദേശം ഒരു വൈകിട്ട് 5 മണി ആയപ്പോൾ എൻ്റെ സ്ഥിതി അല്പം കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു വരികയും എന്നെ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് എൻ്റെ മാതാപിതാക്കളും ചർച്ചിലുള്ള ചില പ്രിയപ്പെട്ടവരും പാസ്റ്ററും കൂടെ എന്നെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. അവിടെ ചെന്നപ്പോഴത്തേന് എൻ്റെ സ്ഥിതി ഒത്തിരി ക്രിട്ടിക്കലായി. അവർ പെട്ടെന്ന് പറഞ്ഞു, ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് ഈ മോളെയും കൊണ്ട് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊള്ളാൻ അവര് അറിയിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ആംബുലൻസിൽ
എന്നെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ മാതാപിതാക്കളും എൻ്റെ പ്രിയപ്പെട്ടവരും യാത്ര ചെയ്തു. പകുതി വഴിയിൽ ഞാൻ ഹാഫ് ഡെഡ് ആയി തീരുവാനിടയായിത്തീർന്നു. ചെറിയൊരു നാഡി ഇടുപ്പ് മാത്രമേ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്ന് അവിടെ എന്നെ എമർജൻസിയിൽ കാണിക്കുവാനും പെട്ടെന്ന് തന്നെ അവിടെ ഹോസ്പിറ്റലിൽ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനിടയായിത്തീർന്നു. ഏകദേശം 21 ദിവസത്തോളം എനിക്ക് ICU റൂമിനകത്ത് ഒരു ഹാഫ് ഡെഡായിട്ട് കിടക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ വലിയവനായ കർത്താവ് എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ജീവിക്കുന്ന സാക്ഷിയായി നിൽക്കുവാൻ അതൊരു മുഖാന്തരമായി തീർന്നു. കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ അതൊരു മുഖാന്തരമായി തീർന്നു. അങ്ങനെ 21 ദിവസത്തിന് ശേഷമായിട്ട് എൻ്റെ ശരീരത്തിൽ ചെറിയതായ ചലനങ്ങൾ ഉണ്ടാകുവാനും അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിട്ട് എൻ്റെ ശരീരത്തിൽ ജീവന്റെ ഒരു ചലനം ഉണ്ടാകുവാനും പതിയെ പതിയെ എന്നിൽ മാറ്റം ഉണ്ടാകുവാനും ഇടയായി തീർന്നു. അങ്ങനെ എന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷവും എനിക്ക് ഓക്സിജൻ, പല സമയങ്ങളും ഓക്സിജന്റെ സപ്പോർട്ട് കൂടിയാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഓക്സിജന്, റൈൽസ് ട്യൂബ്, കതീറ്റർ, അങ്ങനെയൊക്കെ എല്ലാ ഒരു ട്യൂബുകൾ എൻ്റെ ശരീരത്തിൽ ഓൾറെഡി നിറഞ്ഞിരുന്ന ഒരു ശരീരമായിരുന്നു എൻ്റെ അന്ന്. ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ കുറെ മാസങ്ങൾ അങ്ങനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുവാനും ട്രീറ്റ്മെന്റും പല പ്രൊസീജിയറുകൾ എൻ്റെ ശരീരത്തിൽ നടക്കുവാനിടയായിത്തീർന്നു. സ്പൈനിൽ നിന്ന് പല ആവർത്തി സ്പൈനൽ ഫ്ലൂയിഡ് എടുത്ത് ചെക്കപ്പിനായി അയക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. വലിയൊരു നീണ്ട വേദനയുള്ളൊരു പ്രൊസീജിയറാണത്. അത് ഒരു തവണയല്ല, പല ആവർത്തി എൻ്റെ ശരീരത്തിൽ ചെയ്യുവാനിടയായിത്തീർന്നു. എന്നാൽ വലിയവനായ ദൈവം എന്നെ അത്ഭുതമായി നടത്തി. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത് ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കയില്ല, അഥവാ ജീവിച്ചിരുന്നാൽ തന്നെ ഒരു പാരലൈസ് ആയ ഒരു കുഞ്ഞായിട്ട് നടക്കുവാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനോ കഴിയാത്തൊരു കുട്ടിയായിട്ട് ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്നാണ് കർത്താവ് എന്നെ ഇതുവരെയും നടത്തിയത്. ഡോക്ടേഴ്സ് 3 മാസത്തെ അവധി പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി എൻ്റെ പേരൻസിനോട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുവാൻ അവരോട് പറഞ്ഞു. 3 മാസം മാത്രം കാലാവധി, അഥവാ ജീവിച്ചിരുന്നാൽ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാൻ കഴിയാത്തൊരു കുഞ്ഞായിട്ട് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ ആ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ കട്ടിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ മാതാവ് വന്ന് എൻ്റെ പുറകിൽ നിന്ന് എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചെങ്കിൽ മാത്രമേ എനിക്ക് എഴുന്നേറ്റ് ഇരിക്കുവാൻ കഴിയുള്ളായിരുന്നു. എൻ്റെ ഒരു വശം പാരലൈസ് ആയതുകൊണ്ട് സ്വന്തമായിട്ട് എഴുന്നേറ്റിരിക്കുവാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മാതാവ് എന്നെ കുളിപ്പിച്ച് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്ന് മെഡിസിൻ ഒക്കെ തന്ന് എത്രയോ സമയങ്ങൾക്ക് ശേഷം ഞാൻ ഉറങ്ങിപ്പോയി. ആ മെഡിസിൻ എൻ്റെ മാതാവ് പറഞ്ഞ അറിവാണ് എനിക്ക് എത്ര ഉള്ളത്, അത്ര എനിക്ക് ഓർമ്മ ഇല്ല. എന്നാൽ ആ മെഡിസിൻ കഴിച്ചതിന് ശേഷം കുറേ മണിക്കൂർ ഞാൻ ഉറങ്ങുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ മാതാവ് ജോലികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മാതാവ് എനിക്ക് ടാബ്ലറ്റ് തന്നു. ഞാൻ കുറേ സമയങ്ങൾക്ക് ശേഷം ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ഞാനൊരു ദർശനം കാണുകയാണ്. എൻ്റെ വീട്, ഓടിട്ട വീട്, അതിന്റെ മുകളിൽ നിന്ന് വലിയൊരു പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അത് ഞാൻ ഉറക്കത്തിലാണ് കാണുന്നത്. ദർശനമാണെന്നൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അതെനിക്ക് ആ ഓർമ്മ എനിക്ക് നന്നായിട്ടുണ്ട്. അങ്ങനെ ആ പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിച്ചു. എന്തോ ഞാൻ ആ സാഹചര്യത്തിൽ ഞാൻ ഉണർന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല, നോർമൽ വീട് തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. പിന്നെ ആ മെഡിസിന്റെ സെഡേഷൻ കൊണ്ടായിരിക്കാം പിന്നെയും ഞാൻ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ തന്നെ പിന്നെയും ഞാൻ ഇതുപോലൊരു കാഴ്ച കാണുകയാണ്. ഒരു വലിയ പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നതായിട്ടും ആ ഒരു പ്രകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ കരിക്കുന്ന പോലത്തെ ഒരു, നമ്മൾ പറയുമ്പോൾ ഭയങ്കര ചൂട്, നമുക്ക് ശരീരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ചൂട് എൻ്റെ ശരീരത്തിൽ അടിക്കുകയും ആ ചൂടിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. നന്നായിട്ട് ആ സമയം ഞാൻ ഓർക്കുന്നു. എൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ കിടക്കയിൽ കിടക്കുന്ന ആ സമയത്ത് ഞാൻ നന്നായിട്ട് ഓർക്കുന്ന കാര്യമാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നൊരു ശബ്ദം ഓഡിബിൾ വോയിസ് ആയിട്ട് ഞാൻ കേൾക്കുവാനിടയായിത്തീർന്നു. അത്രയും മാത്രം എനിക്കറിയാം. എൻ്റെ പാരലൈസ് ആയിരിക്കുന്ന കരങ്ങളിൽ ആരോ ഒരു വ്യക്തി പിടിച്ച് എഴുന്നേൽപ്പിച്ച് എന്നെ ഇരുത്തുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. 10 മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് തന്നെ സ്വന്തം ബെഡിൽ അന്നാണ് ഞാൻ ഇരുന്നത്. ഞാൻ ബെഡിൽ എന്നിട്ടിരുന്നു. ഞാൻ പെട്ടെന്ന് കരയുവാൻ തുടങ്ങി. എൻ്റെ മാതാവ് പുറത്തെന്തോ ജോലി ചെയ്യുകയായിരുന്നു. അന്ന് പൈപ്പോ കണക്ഷനോ ഒന്നും വീടുകളിൽ ഇല്ലാത്ത സമയമാണ്. കിണറിൽ നിന്നാണ് വെള്ളമൊക്കെ എടുക്കേണ്ടത്.
അങ്ങനെ അമ്മ കിണറിന്റെ അവിടെ എന്തോ ജോലി ചെയ്തുകൊണ്ടത് എന്റെ കരച്ചിൽ കേട്ട് പെട്ടെന്ന് ഓടി വന്നപ്പോൾ ഞാൻ ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് എന്റെ മാതാവ് കണ്ടത്. എന്റെ മാതാവ് പെട്ടെന്ന് ഓർത്തത് ഇതാണ്, ഡോക്ടർ പറഞ്ഞത് 3 മാസമാണ്, 3 മാസം ആകാൻ ചില ദിവസങ്ങളിലൂടെ മാത്രമേ ബാക്കിയുള്ളൂ, ഒരു പക്ഷേ മരണവെപ്രാളം കൊണ്ട് ഈ കുഞ്ഞ് ചാടി എഴുന്നേറ്റതായിരിക്കാം എന്നാണ് എന്റെ മാതാവ് വിചാരിച്ചത്. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെ തൊട്ടു, കർത്താവ് എന്നെ സൗഖ്യമാക്കി. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ലോകവൈദ്യന്മാർ ഒരു പക്ഷേ ഉപേക്ഷിക്കാം, ഇനി ഒരു ജീവിതം ഇല്ലെന്ന് പറയാം, എന്നാൽ എന്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവാണ്. അങ്ങനെ എന്റെ സൗഖ്യം നടന്നു. ഞങ്ങളുടെ ദേശത്ത് വലിയൊരു അത്ഭുതമായിരുന്നു അത്. ഞാൻ തന്നെ ഇന്നും എന്റെ ദേശത്ത് ഞാൻ അത്ഭുതമാണ്. ഇത്രത്തോളം ദൈവനെ ആയുസ്സോടെ നിർത്തി. ആ രോഗം എന്റെ ശരീരത്തിൽ നിന്ന് അന്ന് മാറിപ്പോയതിനു ശേഷമായിട്ട് പിന്നീട് ഒരിക്കലും ആ രോഗം എന്റെ ശരീരത്തിൽ വന്നിട്ടില്ല. പിന്നെ എന്റെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷമായിട്ട് എനിക്ക് നഴ്സിംഗ് പഠിക്കുവാനും ദൈവം ഒരു അവസരം ഒരുക്കി തന്നു. അങ്ങനെ നഴ്സിംഗ് പഠനം, ജോലി എന്ന് പറയാൻ പറ്റത്തില്ല, പ്രാക്ടിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഗുജറാത്തില് രാജ്കോട്ട് എന്ന സ്ഥലത്ത് ആയിരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അവിടെ ആയിരിക്കുന്ന സമയത്താണ് 2001 ഗുജറാത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടായത്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ഹോസ്റ്റലിലായിരുന്നു. ആ സമയത്ത് വലിയ ഭൂകമ്പവും ബിൽഡിങ്ങുകളെല്ലാം ആടുകയും ഒത്തിരി പേര് മരിക്കുകയും ഒക്കെ ചെയ്ത ആ സമയത്ത് ഞാൻ ഗുജറാത്തിൽ എൻ്റെ പ്രാക്ടിക്കലുള്ള ബന്ധത്തിൽ ആയിരുന്നു. അതിനൊക്കെ ശേഷമായിട്ട് ആ ഭൂകമ്പമൊക്കെ കഴിഞ്ഞു, അന്തരീക്ഷമൊക്കെ ശാന്തമായി. എൻ്റെ അങ്കിളും ആന്റിയും ഗുജറാത്തിലുണ്ട്, അവരോടൊപ്പമായിരുന്നു ഞാൻ ആ സമയത്ത് ആയിരുന്നത്. അതിനുശേഷമായി അവർ നാട്ടിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് നാട്ടിലോട്ട് വരണമെന്നൊരു ആഗ്രഹമുണ്ടായി, മാതാപിതാക്കളെ കാണണമെന്നും. അങ്ങനെ ഞാൻ നാട്ടിൽ വരുവാനും ആ സമയത്ത് ഉണ്ടായ ഒരു കർത്താവിന്റെ സ്പർശനം, എന്റെ മാതാവ് എന്നെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ സൺഡേ സ്കൂൾ പഠനം എല്ലാം ഉണ്ടായിരുന്നെങ്കിലും വ്യക്തിപരമായി എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണം ഉണ്ടായിരുന്നില്ല. എനിക്ക് ജോലി ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. ജോലി ചെയ്യണം, വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കണം എന്നൊരു ചിന്തയായിരുന്നു. എന്നാൽ ആ ചിന്തയ്ക്കുള്ളിൽ തന്നെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഒരു ദേവദാസനെ കല്യാണം കഴിക്കണം, പക്ഷെ ഞാൻ ജോലി ചെയ്യും, അദ്ദേഹത്തിനെ സാമ്പത്തികമായി ഞാൻ ബൈക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യും എന്നൊരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പ്രകാരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ. എന്നാൽ എനിക്ക് ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ എൻ്റെ അങ്കിളിന്റെ ആന്റിയുടെ കൂടെ ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്ത് ഒരു ഫാസ്റ്റിംഗ് പ്രേയറിൽ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി ഇടപെടുവാനിടയായി തീർന്നു. നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളതാണ്, നിന്റെ സാക്ഷ്യം അനേക ജാതികൾ അറിയും, അനേക ദേശങ്ങൾ അറിയും, അനേകർ നിന്റെ സാക്ഷ്യത്തിലൂടെ കർത്താവിനെ അറിയും എന്നൊരു ദൈവശബ്ദം ഒരു ദൈവദാസനിൽ കൂടെ എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. അത് മുഖാന്തരം അതെന്നെ വളരെ സ്പർശിക്കുവാനിടയായി തീർന്നു. ചെറുപ്പത്തിൽ തന്നെ പല ദൈവാലോചനകൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് ഒരു കുഴിച്ചിടപ്പെട്ട പോലെ ആയിരുന്നു. എന്നാൽ ഈ ദൈവാലോചന എന്നെ പിടിച്ചു കുലുക്കുവാനിടയായി തീർന്നു. എനിക്ക് മനസ്സിലായി, ഇനി ഒരു പക്ഷേ ഞാൻ ജോലി എന്ന് പറഞ്ഞു പോയാൽ അതൊരു പക്ഷേ സക്സസ് ആയി തീരത്തില്ല എന്നൊരു ചിന്ത ഒരു പക്ഷെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നതായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവാലോചനയോട് കൂടെ തന്നെ അങ്ങനെ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വരികയും ഞാന് തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കും, ജോലിക്ക് ഞാൻ പോകുന്നില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഇത് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ജോലി വിടാനൊക്കെ വരട്ടെ, ഇപ്പം പഠിച്ച് അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളോ, ഇനിയിപ്പോ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഒരു കണക്കിന് നല്ലത്, പ്രാക്ടിക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇച്ചിരി പണമൊക്കെ സമ്പാദിച്ചിട്ട് കർത്താവിന്റെ വേല ചെയ്താൽ പോരെ, ഭവനത്തിന്റെ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് മാറണ്ടേ, ഞാൻ വീട്ടിലെ മൂത്ത മകളായതുകൊണ്ട് വീട്ടിലെ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറേണ്ട ആവശ്യമാണ്, അതുകൊണ്ട് ജോലിക്ക് പോവും എന്നൊരു സജഷൻ ആയിരുന്നു അവരിൽ നിന്ന് എനിക്ക് കിട്ടിയത്. എന്നാൽ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു എന്താ പറഞ്ഞ വേദന ഇങ്ങനെ തിങ്ങി നിറയുവാനിടയായി തീർന്നു. ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്നത് പോലെ, ഞാൻ ആരോടോ എന്തോ ഒരു പാപം ചെയ്യുന്നത് പോലെ ഒരു ചിന്ത, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരു വലിയ ഒരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറയുവാനിടയായി തീർന്നു. അത് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഓരോ ദിവസവും എനിക്ക് അനുഭവപ്പെടുവാനിടയായി തീർന്നു. ഓരോ ദിവസങ്ങൾ കഴിയും തോറും
എൻ്റെ മനസ്സിനകത്ത് വലിയൊരു വടംവലി പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, മാതാപിതാക്കൾ പറയുന്നു ജോലി ചെയ്യണം. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഞാൻ തന്നെ ഒരു ഡിസിഷൻ എടുത്തു, ഇല്ല, എനിക്ക് കർത്താവിന്റെ വചനം പഠിക്കണം, കർത്താവിന്റെ വചനം പഠിക്കണം. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, പേരൻസിനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, 1 വർഷത്തെ കോഴ്സ് പഠിച്ചു, അതിനുശേഷമായിട്ട് ജോലി ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 വർഷത്തെ പഠനം ഹെബ്രോൻ IPC സോദരി സമാജത്തില് 1 ഇയർ കോഴ്സ് പഠിക്കുവാൻ കർത്താവ് എനിക്ക് ഇടയാക്കി. മറ്റുള്ളവരുടെ എല്ലാം ഒരു എന്താ പറയുന്നേ, അവരുടെ നിർബന്ധം മൂലം എനിക്ക് ജോലിക്ക് പോകണമെന്നൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ പിന്നെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു, പ്രഷർ വരുന്നത് കൊണ്ട്. എന്നാൽ പിന്നെ എൻ്റെ ഉള്ളിനകത്ത് ഞാൻ വചനം പഠിച്ചിട്ട് ഇനിയും ജോലിക്ക് പോകണോ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2002 ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങിയത്. ദൈവത്തിന്റെ ഹിതപ്രകാരം 2003 എൻ്റെ വിവാഹം നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. 2003 ഡിസംബർ അവസാനത്തിൽ. അതും വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ, ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ എൻ്റെ ഉള്ളിൽ ആഗ്രഹമായിരുന്നു, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യണം. സുവിശേഷം അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് പോയി, ആരും സുവിശേഷമായി കടന്നു ചെല്ലുന്നിട്ടില്ലാത്ത അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിന്റെ വേല ചെയ്യണമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ 1 വർഷത്തിനുള്ളിൽ ലഭിക്കുവാനും, അത് മുഖാന്തരം ഞാൻ എൻ്റെ ഡയറിയിൽ എൻ്റെ ദർശനങ്ങൾ എന്താണ്, എനിക്ക് ഫ്യൂച്ചറിൽ ചെയ്യേണ്ട, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കുവാനും, എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണം എനിക്ക് കർത്താവ് ജീവിത പങ്കാളിയായിട്ട് തരേണ്ടതെന്ന് ഞാൻ എഴുതി വെക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഡെയിലി ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു ഫാസ്റ്റിംഗ് പ്രേയറില് ഒരു കൊച്ചു പയ്യൻ, ഒരു 13-14 വയസ്സുള്ള ഒരു പയ്യൻ എന്നോടൊരു ദൈവാലോചന അറിയിച്ചു. ഇങ്ങനെയായിരുന്നു ദൈവാലോചന: ഒക്ടോബർ മാസത്തിൽ ചേച്ചിക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ വരും. പക്ഷേ ആ പ്രപ്പോസൽ ചേച്ചിയുടെ അടുത്ത് എത്തണമെങ്കിൽ ശക്തമായി ആത്മാവിൽ പോരാടി ചേച്ചി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ പ്രപ്പോസൽ ചേച്ചിയുടെ അടുത്ത് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ വിവാഹം നടക്കും. ഇത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് ആ കുഞ്ഞു പയ്യനിലൂടെ. ഡിസംബർ മാസത്തിൽ വിവാഹം നടക്കും. 2003 അവസാനിക്കുന്ന മുമ്പായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ സ്റ്റേറ്റിലേക്ക് കുടുംബമായി കർത്താവ് അയക്കുമെന്നൊരു ദൈവാലോചന ആ പയ്യനിലൂടെ കർത്താവ് എന്നെ അറിയിക്കുവാനിടയായിത്തീർന്നു. ആ കുഞ്ഞും ആദ്യമായാണ് ആത്മനിറവിൽ ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞത്. ആ കുഞ്ഞ് ആദ്യമായിട്ട് ദൈവാലോചന പറഞ്ഞ വ്യക്തിയും ഞാനാണ്. അതെന്നെ വളരെ സ്പർശിച്ചു. അതും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ആ ദൈവാലോചന കേട്ട് ചില ദിവസങ്ങൾക്ക് ശേഷമായി ഞാൻ ഒരു ദിവസം ഒരു ദർശനമല്ല, ഒരു സ്വപ്നം കാണുകയാണ്. ഒരു റൗണ്ട്, അതിനകത്ത് 22 എന്നൊരു ഡേറ്റ് ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഡേറ്റ് അല്ല, ഒരു സംഖ്യയാണ് കണ്ടത്. അതെനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ കലണ്ടറിൽ ചില കുറച്ച് മാസങ്ങൾ ഇങ്ങനെ നോക്കി. 2-3 മാസങ്ങൾ 22 ഡേറ്റ് എന്നാണ് വരുന്നത്, ഇങ്ങനെ നോക്കി. അപ്പം 1-2 മാസത്തേക്ക് എനിക്ക് മനസ്സിലായി. പിന്നീടുള്ള മാസങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ അങ്ങ് വിട്ടുകളഞ്ഞു. അതിനുശേഷമായിട്ട് പിന്നെ ഞാനൊരു ദർശനം കാണുകയാണ്. നല്ലൊരു ഹൈറ്റ് ഉള്ള ഒരു വ്യക്തി, നല്ല ഹൈറ്റ്, സ്ലിം ആയിട്ടുള്ള വ്യക്തി. ആ വ്യക്തിയുടെ കൂടെ ഞാനിങ്ങനെ കൈ പിടിച്ച് നടന്നു പോകുന്നു. അതും ഗ്രാമപ്രദേശങ്ങളാണ്, നോർത്ത് ഇന്ത്യ പോലത്തെ സ്ഥലമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നടന്നു പോകുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. അപ്പൊ അതും എന്റെ മനസ്സിൽ, ഈ 2 കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. ഞാൻ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒക്ടോബർ മാസത്തില് അച്ഛന്റെ പ്രപ്പോസൽ എനിക്ക് വരികയും എന്നെ വന്ന് കാണുകയും, നവംബറിൽ ഞങ്ങളുടെ വിവാഹം നടക്കണമെന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ഭവനക്കാർ തമ്മിൽ ആലോചിച്ചെങ്കിലും എൻ്റെ അങ്കിള് ഫാമിലി ഗുജറാത്തിൽ ജോലിയുള്ള ബന്ധത്തിലായിരുന്നുകൊണ്ട് അവർക്ക് ലീവ് കിട്ടുന്ന സമയം ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡിസംബർ സമയങ്ങളാണ് അവർ നാട്ടിൽ വരുന്നത്. ആ സമയത്ത് അവർ നാട്ടിൽ വരികയുള്ളൂ എന്ന് അറിയിച്ചത് മുഖാന്തരം ഡിസംബറിലേക്ക് എൻ്റെ വിവാഹം മാറ്റിവെക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഡിസംബർ 22 എൻ്റെ വിവാഹം ഫിക്സ് ചെയ്തു. ഡിസംബർ 15 എൻഗേജ്മെന്റ്, ഡിസംബർ 22 എൻ്റെ വിവാഹം ഫിക്സ് ചെയ്തു. എന്നിട്ടും എൻ്റെ മനസ്സിൽ അതും ചിന്ത വന്നില്ല 22 എന്നൊരു ഡേറ്റ് എനിക്ക് കർത്താവ് കാണിച്ചതാണെന്ന്. എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഡിസംബർ 15-ന്. അതിനുശേഷമായിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആരോ എന്നോട് പറയുന്നത് പോലെ ഒരു ചിന്ത വന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നിന്നെ ഞാൻ കാണിച്ചതല്ലേ ഈ ഒരു ഡേറ്റ്? പെട്ടെന്ന് എനിക്ക് മനസ്സിലായി,
സത്യത്തിൽ കർത്താവ് ചെയ്തൊരു കാര്യമാണ്. കർത്താവ് എന്നെ ഡേറ്റ് കാണിച്ചതാണല്ലോ, ആ ഡേറ്റിൽ തന്നെയാണല്ലോ എന്റെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്ന് എന്നെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഡിസംബർ 22, 2003 നടക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷമായി ചില ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ നാട്ടിൽ നിന്നുള്ളൂ. ഒരു 27 തീയതിയോടുകൂടി ഞങ്ങൾ നാട്ടിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് യാത്ര ചെയ്തു. ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ഡിസംബർ 31, 30 രാത്രി 30, 12 മണിക്ക് ശേഷമായി 2 മണിക്ക് ഞങ്ങള് റായ്പൂർ എന്ന സ്ഥലത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങുവാനിടയായിത്തീർന്നു. അങ്ങനെ അവിടെയുള്ള ഒരു പാസ്റ്ററെ അടുത്തേക്ക് ഞങ്ങൾ പോവുകയും അവരുടെ വീട്ടിൽ അന്ന് സ്റ്റേ ചെയ്യുകയും അങ്ങനെ അവരുടെ ആ ചർച്ചിൽ ഡിസംബർ 31 വാച്ച് നൈറ്റ് സർവീസ് അന്ന് രാത്രിയിൽ ആ പാസ്റ്ററിന്റെ ചർച്ചിൽ അറ്റൻഡ് ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് എന്നോട് പറഞ്ഞതാണ്, 2003 അവസാനിക്കും മുമ്പായി നിന്നെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് കർത്താവിന്റെ വേലുള്ള ബന്ധത്തിൽ അയക്കുമെന്നുള്ളത്. ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ കർത്താവ് എന്നെ ഛത്തീസ്ഗഡിൽ എത്തിക്കുവാനിടയായിത്തീർന്നു. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറുകയില്ല. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് ബാക്കി ഉണ്ടെങ്കിലും കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ആ സമയത്ത് തന്നെ കർത്താവ് നിവർത്തിച്ചു തരും. അതെന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ ഛത്തീസ്ഗഡിൽ കർത്താവിന്റെ വേല ഒരു പൈനിയർ വർക്ക് പോലെ ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ സ്റ്റാർട്ടിങ് ഒത്തിരി പ്രോബ്ലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു പുതിയ കല്യാണം കഴിച്ചു വന്നൊരു പുതിയ ഫാമിലി. നോർത്ത് ഇന്ത്യയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. കേരളത്തിലെ കൾച്ചറിൽ ജനിച്ചു വളർന്നു. നോർത്ത് ഇന്ത്യയുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. ഗുജറാത്തുമായി പഠനവും അങ്ങനെയുള്ള ബന്ധം ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ മിനിസ്ട്രിയുടെ ആരംഭം വളരെ കഷ്ടതയും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. കഴിക്കുവാൻ ആഹാരമില്ല. തുച്ഛമായ ഒരു സാമ്പത്തികം മാത്രം ഞങ്ങളുടെ കരങ്ങളിൽ. അത് തീരാൻ അധികം സമയമില്ല. കിടക്കുവാൻ ഒരു കട്ടിലില്ല, കഴിക്കുവാൻ നല്ല ആഹാരമില്ല, ഗ്യാസ് ഇല്ല. ആ സമയത്ത് എന്താ പറയുന്ന ഒരു ഇതുണ്ട്, നമ്മള് പമ്പ് ചെയ്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന സ്റ്റൗ, അതായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നത്. പല സമയങ്ങളിൽ അതിനകത്ത് മണ്ണെണ്ണ ഒഴിക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സിറ്റുവേഷനുകൾ വന്നു. എന്നാൽ ഒത്തിരി ഭാരങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയി. അങ്ങനെ ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആകുവാനിടയായിത്തീർന്നു. ആ സമയത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ വാഹനമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് സൈക്കിളിലാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വില്ലേജിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സൈക്കിൾ ഇരുന്നുള്ള പരിചയമില്ല. കേരളത്തിൽ നമ്മൾ അങ്ങനെ ആരും സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. അപ്പൊ ഞങ്ങളുടെ ഈ സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകണം. ഞങ്ങൾ വീട്ടിൽ വിശ്രമമില്ലാതെ ഗ്രാമങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. പല സമയങ്ങളിൽ നമ്മൾ വില്ലേജുകൾ പോകണമെങ്കിൽ നദിയൊക്കെ ആറൊക്കെ പാർ ചെയ്ത് പോകണം. അങ്ങനെ ആറ് കടന്നു പോകണമെങ്കിൽ ഞങ്ങൾ സൈക്കിള് വള്ളത്തിനകത്തിട്ടിട്ട്, വലിയ വള്ളമാണ്, അതിനകത്തിട്ടിട്ട് ഞങ്ങളും അതിനകത്ത് കയറും, മറ്റു യാത്രക്കാരും അതിനകത്ത് കയറി അക്കരെ ചെല്ലുമ്പം പിന്നെ സൈക്കിൾ വള്ളത്തിൽ നിന്ന് ഇറക്കും. പിന്നെ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകും. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് സൈക്കിളിന് പുറകിൽ താഴെ വീഴുവാനിടയായിത്തീർന്നു. താഴെ വീണു. അച്ഛൻ സൈക്കിൾ ചവിട്ടി ഇച്ചിരി ഒന്ന് മുമ്പോട്ട് പോയപ്പോഴാണ് ഞാൻ വീണെന്നുള്ള അറിയുന്നത്. പെട്ടെന്ന് വന്ന് എന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി അബോർഷനായി പോകാനിടയായിത്തീർന്നു. അതിനുശേഷമായിട്ട് ഒത്തിരി കോംപ്ലിക്കേഷൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ രോഗം മാത്രം. അങ്ങനെ അതോടൊന്നിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. ഛത്തീസ്ഗഡില് റായ്പൂരിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടെ ഒരു ക്രിസ്ത്യൻ ഡോക്ടറെയാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. ആ ഡോക്ടർ എന്നെ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തു. ഏകദേശം 1 വർഷത്തോളം എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഡോക്ടർ ഒരു കാര്യം ലാസ്റ്റിൽ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇനിയും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുവാൻ അസാധ്യമാണ്, ഒരിക്കലും നടക്കുകയില്ല എന്നാ ഡോക്ടർ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ആ ഡോക്ടർ പറഞ്ഞ വാക്ക് കേട്ട് ഡോക്ടറിന്റെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി. ഞങ്ങളുടെ മനസ്സിൽ വളരെ ഭാരമുണ്ടായി. എങ്കിലും ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നെ ദൈവം രോഗത്തിൽ നിന്ന് വിടുവിച്ചതാണ്. ഇതിനും ദൈവം പരിഹാരം തരുമെന്നൊരു വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നു. ഞങ്ങൾ അങ്ങനെ ഭവനത്തിൽ വന്നു. 2 പേരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഇനിയും
തലമുറ ഉണ്ടാകുവാൻ ഒരു മെഡിസിൻ കഴിക്കുകയില്ല. അങ്ങനെ ഒന്ന് തീരുമാനം ദൈവസ്ഥലം ഞങ്ങൾ എടുത്ത് മെഡിസിൻ പാടെ ഞാൻ ഉപേക്ഷിച്ചു. ഇനി മെഡിസിൻ കഴിക്കുകയില്ല എന്ന് ദൈവസ്ഥലം തീരുമാനമെടുത്ത് ഈ ബന്ധത്തിൽ ഞങ്ങൾ മെഡിസിൻ കഴിക്കുകയില്ല, ഞാൻ മെഡിസിൻ കഴിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ ചില ദിവസങ്ങൾക്ക് ശേഷമായി നാട്ടിലേക്ക് പോകാൻ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര ചെയ്തു. വളരെ പരിതാപകരമായ യാത്രയാണ്. ഞങ്ങളുടെ സ്ലീപ്പർ കോച്ചിലൊക്കെ ചൂടും ഒക്കെ സഹിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തുമ്പോൾ ശരീരത്തിന് നല്ല ആരോഗ്യമില്ല. മറ്റുള്ളവർ കാണുമ്പോൾ പല ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അവിടെ പോയി താമസിക്കുന്നത്? നാട്ടിൽ ചെയ്താൽ പോരെ? സുവിശേഷ വേല ചെയ്യണമെങ്കിൽ ഈ സ്ഥലങ്ങളിൽ പോയി പട്ടിണി കിടന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ദൈവത്തിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ച് കർത്താവാണ് ഞങ്ങളെ അയച്ചത്. ഒരിക്കലും ഞങ്ങൾ പിന്മാറുകയില്ല എന്നൊരു തീരുമാനം തന്നെ ഞങ്ങൾ ഉറച്ചെടുക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ നാട്ടിൽ വന്ന് ശേഷമായിട്ട് ഞങ്ങൾ ഒരു ഡോക്ടറെ ഇങ്ങനെ പോയി കാണുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം യാതൊരു ചാൻസും ഇല്ല എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. അന്നേരം ആ മാഡം പറഞ്ഞു, ഇല്ല, എനിക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറയട്ടെ, കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്യുവാനിടയായിത്തീർന്നു. ഞങ്ങൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. അസാധ്യമെന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു വിട്ട സ്ഥാനത്ത് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. അവിടെയും ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്നു. പിന്നെ കണ്ടിന്യൂ ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു. സദൻ എന്നെ നാട്ടിൽ വിട്ടിട്ട് തിരികെ പോരുവാനിടയായിത്തീർന്നു. അങ്ങനെ 2006 ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പെൺകുഞ്ഞിനെ കർത്താവ് ദാനമായി നൽകി തരുവാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. തലമുറയില്ല, നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. വിശ്വസിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. ഏത് പ്രതികൂലങ്ങളോ ഏത് പ്രതിസന്ധികളോ ആകട്ടെ, ഒരുപക്ഷെ അസാധ്യമെന്ന് മനുഷ്യർ നിങ്ങളെ നോക്കി പറയാ, ലോകത്തിലെ ഡോക്ടർമാർ നിങ്ങളെ നോക്കി പറയാ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഉറപ്പു തരുന്നു, എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അതിനുശേഷമായിട്ട് പിന്നെയും ഞങ്ങള് കുഞ്ഞുമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരികയും അങ്ങനെ കർത്താവിന്റെ വേല കണ്ടിന്യൂ ആയിട്ട് ഞങ്ങള് നോർത്ത് ഇന്ത്യയുടെ സ്റ്റേറ്റുകളിൽ ചെയ്യുവാനിടയായിരുന്നു. ഛത്തീസ്ഗഡിൽ നിന്ന് മാറി പല പല സ്റ്റേറ്റുകളിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ കർത്താവ് ഞങ്ങളെ അയക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഒത്തിരി കഷ്ടതകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെയായി ഞങ്ങളുടെ ജീവിതയാത്ര ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ, ഒറീസ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആയിരുന്നു. ചർച്ച് ബോർഡുമായുള്ള ബന്ധത്തിൽ പല സ്റ്റേറ്റുകൾ കർത്താവിന്റെ വേല ചെയ്തു. അങ്ങനെ ഞങ്ങള് MP-യിലായിരുന്ന സമയത്ത് ഞങ്ങളെ ആൻഡമാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനിടയായിത്തീർന്നു. അപ്പോൾ ഞങ്ങൾ ഒരു മലയാളി ചർച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡമാൻസിലേക്ക് മലയാളി ചർച്ചിലേക്ക് പോകണം എന്നുള്ള ഒരു ട്രാൻസ്ഫർ തന്നത്. എന്നാൽ ഞങ്ങളുടെ ദർശനം മുഴുവൻ നോർത്ത് ഇന്ത്യയിലെ വില്ലേജിലുള്ള ആൾക്കാർ, ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്നാണ്. ഞങ്ങൾ MP-യിൽ വരുന്ന മുമ്പ് ഒറീസയിൽ കർത്താവിന്റെ വേല ചെയ്തു. മുഴുവനും ഹിന്ദിക്കാരായ വിശ്വാസികളായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ആ സഭ ഒന്നുമില്ലാതെ വരുന്ന ഒരു സഭയായിരുന്നു. എന്നാൽ അവിടെ ആ സഭയില് അനേകരുടെ കല്യാണം നടത്തുവാനും അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും ഏകദേശം 300-ലധികം വിശ്വാസികളെ ആ സഭയിൽ ഞങ്ങൾ അവിടുന്ന് പോരുന്ന സമയത്ത് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഞങ്ങൾ MP-യിൽ വന്നതിന് ശേഷമായിട്ട് 2 വർഷം അവിടുന്നും ശുശ്രൂഷയ്ക്ക് ശേഷമായി ആൻഡമാൻസിലേക്ക് പോകുവാൻ ദൈവം അവസരം ഒരുക്കി തന്നു. എങ്കിലും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഇനി ഒരു മലയാളി സഭയിലേക്ക് ഞങ്ങളെ അയക്കണ്ട, ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നുവെങ്കിൽ നോർത്ത് ഇന്ത്യ ചെയ്തു കൊള്ളാം എന്ന് ഞങ്ങൾ ദൈവസേന തീരുമാനിക്കുവാനിടയായിരുന്നു. അങ്ങനെ ഞങ്ങള് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ട്, നോർത്ത് ഇന്ത്യ തന്നെ ആണെങ്കിലും ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലെ വില്ലേജിലുള്ള ഹിന്ദി ഭാഷ, ലോക്കൽ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കർത്താവിന്റെ വചനവുമായി ചെല്ലണമെന്നുള്ള ഒരു വലിയ ഒരു ചിന്ത ഞങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛനെ കർത്താവ് ഒരു ദർശനം ഇങ്ങനെ കാണിച്ചു. വലിയൊരു ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റലില് അനേക രോഗികളുണ്ട്. കൈകൾ കാലുകൾ ഒക്കെ ഒടിഞ്ഞ് പലവിധ രോഗത്താൽ കിടക്കുന്ന രോഗികൾ ബെഡിൽ കിടക്കുകയാണ്. അവരുടെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ
സിസ്റ്റർമാർ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ആ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ കയറുന്നില്ല. ഇഞ്ചക്ഷൻ മറ്റൊരു വഴിയിലൂടെ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നാൽ ആ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡോക്ടർ ഇല്ല എന്നൊരു ആണ് ആ ദർശനത്തിൽ കർത്താവ് ഞങ്ങളെ കാണിച്ചത്. ഒരു ഡോക്ടർ ഇല്ല. നേഴ്സസ് ഉണ്ട്, പക്ഷെ പല രോഗികളാണ്. അവരെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു ഡോക്ടർ ഇല്ല. അത് അച്ഛൻ എന്നോടും പറഞ്ഞു, ഡയറിയിലും എഴുതി വെച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഈ ദർശനത്തിന്റെ അർത്ഥമെന്ന്. അങ്ങനെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാർഖണ്ഡിനെ പറ്റി ഞങ്ങൾക്ക് ഉള്ളിൽ ദൈവം ഒരു ആത്മഭാരം തന്നു. അങ്ങനെ ഞങ്ങൾ ജാർഖണ്ഡിന്റെ മാപ്പ് വാങ്ങിച്ച് ജാർഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജാർഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കുവാനിടയായിരുന്നു ഗഡുവ എന്നൊരു സ്ഥലത്തെ പറ്റി. പല സ്ഥലങ്ങൾക്ക് വേണ്ടി, പല ജില്ലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റാഞ്ചി, ജംഷഡ്പൂർ, അങ്ങനെ വലിയ വലിയ സിറ്റികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഗഡുവ എന്നൊരു സ്ഥലമാണ്. അങ്ങനൊരു സ്ഥലം ജാർഖണ്ഡിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഈ ജാർഖണ്ഡിലുള്ളവർക്ക് തന്നെ അതിശയമാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന്. അവർക്ക് തന്നെ പലപ്പോഴും സംശയമാണ് ഇത് എവിടെയാണെന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. ഒരു റിമോട്ട് പ്ലേസ് ആണ്. അങ്ങനെ ഞങ്ങള് ഗഡുവ ജില്ലയ്ക്ക് ദൈവം തന്ന ദർശനപ്രകാരം ഗഡുവ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ്, ഈ ജില്ലയെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ എങ്ങനെ അവിടെ പോകും? ഞങ്ങൾക്ക് അവിടെ ആരും പരിചയമില്ല. മലയാളി സഭയൊക്കെ വിട്ടു പോവാണ്. മലയാളി സഭയിൽ ടൈത്തുണ്ട്, സ്വത്രാഴ്ചയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ പുതിയൊരു പൈനീർ വർക്ക് എടുത്ത് പോകുമ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ആരും ഞങ്ങളെ സഹായിക്കും? എന്നാൽ ഞങ്ങളുടെ ലീഡറായിട്ടുള്ള പാസ്റ്ററോട് സംസാരിച്ചു. പാസ്റ്ററെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇല്ല എങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ അച്ഛൻ ഇങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത്, പാസ്റ്റർ, ഒരു പൈനീർ വർക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മിഷണറി കുടുംബമാണ്. അതുകൊണ്ട് ഒരു പൈനീർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു വീട് എടുക്കണം, നിങ്ങളുടെ ഫുൾ ചെലവ് ഞങ്ങൾക്ക് തരണം. അതെല്ലാം കൂടെ നോക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല. അത് മാത്രമല്ല, ആ സമയത്ത് ഞാൻ എൻ്റെ രണ്ടാമത്തെ മോനെ ക്യാരിങ്ങിലായിരുന്നു. 6 വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ മോനെ ഞാൻ പ്രഗ്നന്റ് ആയത്. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു പുതിയ സ്ഥലത്ത് പോയി നിങ്ങൾ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ആ ദൈവം തന്ന അത് തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുവാനിടയായിത്തീർന്നു. ഞങ്ങൾ റിസൈൻ ലെറ്റർ കൊടുത്ത് ഞങ്ങളുടെ സാധനമെല്ലാം പാക്ക് ചെയ്ത് ഗഡുവയിലോട്ട് വരാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ അതിന് മുമ്പായിട്ട് ഗഡുവയെ പറ്റി ഒന്ന് അന്വേഷിച്ചു. എങ്ങനെയാണ് ഈ സ്ഥലം? അറിയാവുന്ന ആൾക്കാരോട്, ഞങ്ങളായിരുന്ന ആ സ്ഥലത്ത് തന്നെ ചോദിക്കുവാനിടയായിരുന്നു പല ആളുകളോട്. പലർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പലരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തു. ഒരു വ്യക്തി, ഒരു ഹിന്ദിക്കാരനായ ഒരു പയ്യൻ, ആ പയ്യന് ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന, വർക്ക്ഷോപ്പ് പോലൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആ പയ്യനാണ്. ആ മോനോട് ഇങ്ങനെ സംസാരിച്ച് അവന്റെ ബന്ധുക്കളൊരു സ്ഥലമാണ് ഈ ഗഡുവ എന്ന് പറഞ്ഞ. അവൻ പറഞ്ഞു, അങ്കിളെ, ഒരിക്കലും ഈ സ്ഥലത്ത് പോകരുത്, കാരണം നക്സൽസിന്റെ ഏരിയ ആണ്. അവിടുത്തുകാർ ഒട്ടും ബുദ്ധിയുള്ള ആൾക്കാരല്ല, എന്തും ചെയ്യാൻ മടിക്കുന്നവരാണ്. കൊല്ലണമെങ്കിൽ കൊല്ലാം, വെടിവെക്കാം, എന്തും ചെയ്യാം, ഒരു മടിയും ഇല്ലാത്തൊരാൾക്കാരാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്കിൾ ആ സ്ഥലത്ത് പോകരുത്, ആന്റിയെയും ഈ കുഞ്ഞിനെയും കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകും എന്ന് ആ മോൻ പറയുവാനിടയായിത്തീർന്നു. എന്നാലും ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങൾക്ക് തന്ന സ്ഥലമാണല്ലോ, കർത്താവ് ഞങ്ങൾക്ക് പോയേ പറ്റത്തുള്ളൂ, ബാക്കിയെല്ലാം കർത്താവ് കരുതിക്കൊള്ളുമെന്നൊരു ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഞങ്ങൾ ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി. അച്ചാച്ചനും വേറൊരു പയ്യനും കൂടെ, ഹിന്ദിക്കാരനായ ഒരു പയ്യനും കൂടെ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വന്നു. ബൈക്കിൽ അവർ യാത്ര ചെയ്ത് ഈ സ്ഥലത്ത് വന്നു, ഈ സ്ഥലം കണ്ടു. അപ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ സ്ഥലത്ത് നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യപ്പറ്റുള്ള ഒരു സ്ഥലമല്ല, മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ആൾക്കാരുള്ള ഒരു സ്ഥലം അല്ലെന്ന് തന്നെ പറയാം. എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നത്, എതിരായിട്ടുള്ള അഭിപ്രായമാണ്, എതിരായിട്ടുള്ള മറുപടിയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ റഫ് ആൻഡ് ടഫ് അങ്ങനെയുള്ള ഒരു ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇവിടെ വന്നു, സ്ഥലമൊക്കെ കണ്ടു. എന്നോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കൊണ്ടൊരു സ്ഥലമല്ല, പക്ഷേ കർത്താവ് നമ്മളെ അയക്കാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് പോവാം, നീ റെഡി ആയിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2012 ഏപ്രിൽ 27-ാം തീയതി ഞങ്ങൾ ഞങ്ങളുടെ സാധനവുമായിട്ട് ഗഡുവയിലേക്ക് വരുവാനിടയായിത്തീർന്നു. അതിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടെ ചന്ദ്രൻ ഇവിടെ വന്നു, ഒരു റൂം എടുത്തു. അതും വലിയൊരു അത്ഭുതമാണ്. റൂം ഞങ്ങൾ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. നക്സൽ ബെൽറ്റുള്ള സ്ഥലമായതുകൊണ്ട് ആരും റൂം തരത്തില്ല. ചാച്ചൻ പാസ്പോർട്ട് കാണിച്ചു, ആധാർ കാർഡ് കാണിച്ചു, പലരെയും, ആർക്കും റൂം തരാൻ മനസ്സില്ല.
അപ്പൊ അവര് പറയും, നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ പലരും വന്ന് മർഡറും പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്ന സ്ഥലം ആയതുകൊണ്ട് ആരാ എന്താന്ന് അറിയാതെ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കർത്താവ് ഒരു പെട്രോൾ പമ്പിലെ ഒരു മനുഷ്യനുമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചു അച്ചാച്ചനെ. ആ പെട്രോൾ പമ്പിൽ ചെന്ന് അതിന്റെ ഓണറിനെ കണ്ടു, സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വീടുണ്ട്, ഞാൻ ചില മാസങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് ആ വീട് തരാം, നിങ്ങളെ ഞാൻ വാച്ച് ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതുമായിട്ട് പോകാൻ ഇല്ലാത്തൊരാൾക്കാരാണെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 4 മാസം അതിൽ കൂടുതൽ നിങ്ങളെ താമസിപ്പിക്കത്തില്ല, ഞാൻ നിങ്ങളെ മാറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ സാറില്ല അങ്കിളെ, നോക്കിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ നിങ്ങൾ വാച്ച് ചെയ്തോ എന്ന് പറഞ്ഞ ആ മനുഷ്യനുമായിട്ട് ഞങ്ങൾ ഒരു എഗ്രിമെന്റ് ചെയ്ത് ആ ഭവനം എടുത്തതിന് ശേഷമായി അച്ഛൻ MP മടങ്ങി വന്ന് ഞാനും കുഞ്ഞുമായിട്ട് ഇവിടേക്ക് ഞങ്ങൾ സാധനങ്ങളുമായിട്ട് കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങള് ഏത് മിഷനുമായിട്ടായിരുന്നോ ആ മിഷൻ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഉള്ള ഒരു നല്ലൊരു ഭവനമാണ് ഞങ്ങൾക്ക് MP തന്നിരുന്നത്. വീട്ടിലെ എല്ലാ സെറ്റപ്പുകളും ഒന്നിനും കുറവില്ലാതെ എല്ലാ സെറ്റപ്പോടും കൂടിയ ഒരു സ്ഥലം. വിശ്വാസികള്, ഏത് കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന മലയാളി വിശ്വാസികള്, അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നും അങ്ങനെയുള്ളൊരു ചർച്ചിൽ നിന്നും പെട്ടെന്നൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. വിശ്വാസികളും പറഞ്ഞു, പാസ്റ്റർ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത്, ഈ സിസ്റ്റർ ക്യാരിങ്ങിലാണ്, ഈ കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ പാസ്റ്റർ ഒരു പുതിയ സ്ഥലത്ത് പോയി നിൽക്കും, നിങ്ങൾക്ക് ആര് ആഹാരം തരും, നിങ്ങളെ ആര് നോക്കും, നിങ്ങളുടെ കാര്യങ്ങൾ ആര് ചെയ്യും, നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, സിസ്റ്ററിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും ഒക്കെ ചോദിച്ചെങ്കിലും ഞങ്ങൾ അതൊന്നും വകവെച്ചതല്ല, ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് കർത്താവിലേക്ക് മാത്രം നോക്കി ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഗഡുവ ജില്ലയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. വളരെ ചൂടുള്ള സമയമായിരുന്നു. ഏപ്രിൽ മാസത്തിൽ ഞങ്ങളുടെ കയ്യിൽ ഫാനില്ല, കിടക്കാൻ കട്ടിലില്ല, ആഹാരം പാകം ചെയ്യാൻ ഗ്യാസ് ഇല്ല, ഒന്നുമില്ല. ഞാനും അച്ചാച്ചനും മൂത്ത കുഞ്ഞ് 6 വയസ്സ്, ഒരു കുഞ്ഞിനെ ഞാൻ ക്യാരിങ്ങില്ല. അങ്ങനെ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു വന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു കൊതുക് വല പോലും ഇല്ല. കുറച്ച് തുണികൾ മാത്രം കുറച്ച് കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് കെട്ടിക്കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ദൈവത്തിന്റെ കൃപയെന്ന് പറയട്ടെ, ഞങ്ങൾ വന്നപ്പോൾ ആ ഹൗസ് ഓണർ ഞങ്ങൾക്കൊരു 2 കട്ടിൽ തന്നു. ഇതിൽ നിങ്ങൾ കിടക്കാം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഞങ്ങൾക്ക് ഒരു കട്ടിൽ തന്നു. അതിലായിരുന്നു ഞങ്ങൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഭവനത്തിൽ 3 മാസം 4 മാസം മാത്രം താമസിക്കാമെന്ന് പറഞ്ഞ ഭവനത്തിൽ 3.5 വർഷം താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി. ആ മനുഷ്യൻ കൂടെ വന്ന് ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിർത്തുവാനിടയായിത്തീർന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഗഡുവായിൽ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനാണ്. പല പെട്രോൾ പമ്പുകളുള്ള ഒരു മനുഷ്യനെയാണ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഈ സ്ഥലത്ത് ഒരുക്കുവാനിടയായിത്തീർന്നത്. അങ്ങനെ സാമ്പത്തികമായ ഒത്തിരി പ്രതിസന്ധികൾ, ഞങ്ങളെ ബൈക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നു. ചില ദിവസങ്ങൾക്ക് ശേഷമായിട്ട് പെട്ടെന്ന് ഈ ചൂട് കാരണം എനിക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ ഞാൻ ബാത്റൂമിൽ തല കരങ്ങി വീഴുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ വീണത് പുറകോട്ടുമല്ല സൈഡിലോട്ടുമല്ല, ഞാൻ ഫ്രണ്ടിലോട്ടാ വീണേ. ഞാൻ 7 മാസം ക്യാരിങ്. അങ്ങനെ ബാത്റൂമിൽ ഞാൻ വീണു, എൻ്റെ ബ്ലീഡിങ് സ്റ്റാർട്ടായി. വലിയൊരു ക്രിറ്റിക്കലേക്ക് ഞാൻ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല, വാഹനമില്ല, ഞങ്ങൾക്ക് പരിചയമില്ല. ചേച്ചൻ പെട്ടെന്ന് ഓടി സിറ്റിയിലേക്ക് പോയിട്ട് ഒരു ഓട്ടോക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്ഥിതി ഇച്ചിരി വഷളാണ്, 7 മാസം ക്യാരിങ്ങിലുള്ള ഒരാൾക്ക് ബ്ലീഡിങ് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ നോക്കട്ടെ 2 ദിവസത്തെ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള പ്രൊസീജിയർ ചെയ്യണം എന്ന് പറയുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ കൃപയെന്ന് പറയട്ടെ, 1.5 ദിവസം ആയപ്പോഴേക്കും എന്റെ ബ്ലീഡിങ് നിൽക്കുവാൻ ദൈവം ഇടയാക്കി. കർത്താവ് അവിടെയും ഞങ്ങളെ സൂക്ഷിച്ചു. കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. ആ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, ഒരു പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് സൂട്ട് ആകുന്നില്ല, ഈ മേഡത്തെയും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോ, ഈ മേഡത്തെ അവിടെ കൊണ്ടാക്കിയിട്ട് എന്ന് അച്ഛനോട് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞാനുമായിട്ട് ചില ദിവസങ്ങൾക്ക് ശേഷമായി എന്നെയും കുഞ്ഞിനെയും കൂട്ടി ഞങ്ങൾ നാട്ടിലേക്ക് പോയി. നാട്ടിൽ എന്നെ ആക്കിയിട്ട് അച്ഛൻ കുഞ്ഞുമായിട്ട്, മോളുമായിട്ട് 6 വയസ്സുള്ള കുഞ്ഞുമായിട്ട് തിരിച്ച് പിന്നെയും ഗഡുവയിലേക്ക് വരുവാനിടയായിത്തീർന്നു. അങ്ങനെ അന്നേരം എൻ്റെ കുഞ്ഞ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മാതാവ് കൂടെ ഇല്ലാതെ ഒരു കുഞ്ഞിനെ ഒരു പിതാവ് ഒറ്റയ്ക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആഹാരമില്ല, പ്രതികൂലങ്ങൾ വളരെയാണ്. കാലാവസ്ഥ പ്രതികൂലം, സാമ്പത്തികം ഇല്ല, അത് പ്രതികൂലം, എന്നെ കൊണ്ട് നാട്ടിൽ വിട്ടിരിക്കുന്നു, എല്ലാം പ്രതികൂലം.
അങ്ങനെ അതിനൊക്കെ ശേഷമായിട്ട് ഇവര് ഒത്തിരി കഷ്ടതയിലൂടെ കർത്താവിന്റെ വേല പപ്പയും മോളും ഇവിടെ ചെയ്യുവാനിടയായിത്തീരുന്നു. അതിനുശേഷമായി എന്റെ ഡെലിവറി ആയി. അനുഗ്രഹിക്കപ്പെട്ട ആൺകുഞ്ഞിനെ 2012 ജൂലൈ 27 കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി തരുവാനിടയായിത്തീരുന്നു. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കുഞ്ഞുമായിട്ട് ചില ദിവസങ്ങൾ ആയിരുന്ന സമയത്ത് ഞാന് നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ഡെലിവറി സമയത്ത് അച്ചാച്ചനും മോളും നാട്ടിൽ വന്നു. അതിനുശേഷമായിട്ട് അവർ തിരിച്ച് പിന്നെയും ചില ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ഗഡുവയിലേക്ക് കടന്നു വന്നു. അതിനുശേഷം കുഞ്ഞിന് ശരീരത്തിൽ വെച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അങ്ങനെ ഒരു ദിവസം ഞാൻ അച്ചാച്ചന്റെ മൊബൈലിലേക്ക് എന്നെ ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ കുഞ്ഞാണ് എടുത്ത മോള്. ഞാൻ ചോദിച്ചു, മോനെ ഇന്ന് എന്താ കഴിച്ചേ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞു, വൈറ്റ് പൗഡർ, റെഡ് പൗഡർ, ഓയില്, പാനി. അവളിങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു പപ്പ. ഹിന്ദിയിൽ അവൾ പറഞ്ഞത് ചമ്മച്ചും കൊണ്ട് സ്പൂണും കൊണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തു, ചോറിന്റെ കൂടെ ഞങ്ങൾ ഇത് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, വൈറ്റ് പൗഡർ എന്ന് പറഞ്ഞപ്പോൾ ഉപ്പാണ്, റെഡ് പൗഡർ എന്ന് പറഞ്ഞപ്പോൾ മുളക് പൊടിയാണ്, ഓയില്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇന്ന് അവർ കഴിച്ചേ. ഞാൻ ഉറക്കി ആ ഹോസ്പിറ്റലിൽ അകത്തിരുന്ന് കരയുവാനിടയായിത്തീർന്നു. എൻ്റെ അമ്മയോട് ചോദിച്ചു എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞില്ല. പറഞ്ഞാൽ അവർ ഭാരപ്പെടും. ഓൾറെഡി ഞങ്ങളുടെ പിതാവിനോടോ മാതാക്കളോടോ സഹോദരങ്ങളോടോ ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പൈനീർ വർക്കിനാണ് ഞങ്ങൾ വന്നത്. അവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഏത് പ്രസ്ഥാനത്തിലാണോ കർത്താവിന്റെ വേല ചെയ്തിരുന്നത് അവര് ഞങ്ങളെ അയച്ചതായിരിക്കും എന്നായിരുന്നു അവരുടെ ചിന്ത. പൈനീർ വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ സമ്മതിക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് ഈ കാര്യം ഷെയർ ചെയ്തില്ല. അങ്ങനെ അങ്ങനെ പല സാഹചര്യങ്ങൾ, കഴിക്കുവാൻ ആഹാരമില്ലാതെ, ഞങ്ങൾക്ക് ആരും ഞങ്ങളെ സഹായിക്കുവാനില്ലാതെ ഈ ദേശത്ത് ഒത്തിരി ഞങ്ങൾ ഭാരപ്പെട്ടു. എന്നാൽ ചില കുടുംബങ്ങള് ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കപ്പെടുവാനും ഇവിടുത്തെ വേലയുടെ ബന്ധത്തിൽ കടന്നു വരുവാനും ഒക്കെ ഇടയായിത്തീർന്നു. 1-2 കുടുംബങ്ങൾ ചെറിയ തോതിൽ സുവിശേഷം കേട്ട് ഭവനത്തിലേക്ക് വരുവാനും, അങ്ങനെ ചെറിയൊരു കൂട്ടായ്മ, 2-3 പേരെ വെച്ച് ഒരു കുഞ്ഞു കൂട്ടായ്മ ഞങ്ങൾ താമസിച്ച ഭവനത്തിൽ അച്ചാച്ചൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷമായിട്ട് 3 മാസം കഴിഞ്ഞു. 4-ാമത്തെ മാസം എനിക്ക് മോനുമായിട്ട് ഈ ഗഡുവിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞങ്ങള് പകലെന്നോ രാത്രിയൊന്നോ ഇല്ലാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ ഗഡുവായിലെ പല ഗ്രാമങ്ങളിൽ 19 ബ്ലോക്ക് ഉള്ള ഒരു ജില്ലയാണ് ഈ ഗഡുവ ജില്ല. ഞങ്ങൾ പോകാത്ത ഗ്രാമങ്ങളോ ഞങ്ങൾ പോകാത്ത ബ്ലോക്കുകളോ ഇവിടെ ഇല്ല. അങ്ങനെ ഞങ്ങള് ഒത്തിരി ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ കടന്നുപോയി. ആദ്യമൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഗ്രാമങ്ങളിൽ പോകുക, അച്ചാച്ചൻ ഗിറ്റാർ വായിക്കും, പാട്ട് പാടും. അങ്ങനെ ഗ്രാമങ്ങളിൽ പോയി ചെറിയ മൈക്ക് സെറ്റ് ഉണ്ട്, അതുമായിട്ട് ആളുകൾ കൂടുന്ന 4 വഴികൾ കൂടുന്ന ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ നിൽക്കും, റെക്കോർഡ് ഓൺ ചെയ്യും, ആദ്യം പാട്ടിടും, അപ്പൊ ആൾക്കാർ കൂടും. അപ്പൊ ഞങ്ങൾ ഗിറ്റാറൊക്കെ വെച്ച് പാട്ട് പാടും. അങ്ങനെ ആൾക്കാർ വന്ന് കൂടുമ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് ഞങ്ങൾ സുവിശേഷം പറയും. 2012 കാര്യമാണ് ഞാൻ പറയുന്നത്. സുവിശേഷം പറയും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ആരെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയും, അങ്ങനെ അവിടെ തന്നെ ആ റോഡിൽ തന്നെ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിലൂടെ പലരെയും ദൈവം സൗഖ്യമാക്കുവാനും, ഒരിടത്ത് മാത്രമല്ല പല ഗ്രാമങ്ങൾ ഇങ്ങനെ കടന്നുപോയി ഇതുപോലെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ പല രോഗികൾ സൗഖ്യമാകുവാനും പലരുടെ ശരീരത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാനും അവർ വിടുതൽ പ്രാപിക്കുവാനും ഇടയായപ്പോൾ ഞങ്ങൾ അവരെ ചർച്ചിലേക്ക് ക്ഷണിക്കുവാൻ ഇടയായിത്തീർന്നു. ചർച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് അവരെ ക്ഷണിക്കുകയും അവരോട് പതിയെ പതിയെ കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും കർത്താവ് ഞങ്ങളെ ഇടയാക്കി. അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം ഈ 2012 ഈ സ്ഥലത്ത് തുടങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അപ്പോഴും ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. 3.5 വർഷം ഞങ്ങൾ ആ ഭവനത്തിൽ താമസിച്ചു. അതിനുശേഷമായിട്ട് ഞങ്ങൾക്ക് ആ ഭവനം മാറേണ്ട സാഹചര്യം വന്നു. അങ്ങനെ മറ്റൊരു ഭവനത്തിലേക്ക് പോയി. ആ ഭവനം 6 മാസത്തോളം മാത്രമേ ഞങ്ങൾക്ക് താമസിക്കാൻ കഴിഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആ ഭവനത്തിന്റെ സിറ്റുവേഷൻ എന്താണെന്ന്. വലിയൊരു വീടൊക്കെ ആയിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അവിടെ വെള്ളമില്ല. കുഴൽക്കിണറുണ്ട്, പക്ഷെ വെള്ളമില്ല. അങ്ങനെ ഒത്തിരി പ്രതികൂലം. വെള്ളം വേറെ സ്ഥലത്ത് പോയി കൊണ്ടുവരണം. ചർച്ചിലെ പിള്ളേര് സൈക്കിളിലും ബൈക്കിലും ഒക്കെ പോയി ജാറിനകത്ത് വെള്ളം കൊണ്ടുവന്നാണ് ഞങ്ങളുടെ
ഓരോ ദിവസങ്ങൾ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി ചൂടിന്റെ സമയത്ത് ബുദ്ധിമുട്ടായി. അതിനൊക്കെ മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ അച്ചാച്ചൻ നാട്ടിൽ കൊണ്ട് വിട്ട് അച്ചാച്ചനും കുഞ്ഞും തിരിച്ചു പോന്ന് ശേഷമായിട്ട്, എന്റെ ഡെലിവറിയും കഴിഞ്ഞ് അച്ചാച്ചനും കുഞ്ഞും തിരിച്ചു പോകുന്നതിന് ശേഷമായിട്ട്, പോരുന്നതിന് മുമ്പ് തിരുവല്ലയിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അച്ചാച്ചൻ തിരുവല്ലയിലെ മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോയപ്പോൾ ഒരു ഹോട്ടലിൽ ഇങ്ങനെ അച്ചാച്ചൻ ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പൊ അച്ചാച്ചൻ ഇന്ന് ടേബിളിന്റെ ഓപ്പോസിറ്റിൽ വേറൊരു സഹോദരൻ വന്നിരുന്നു. അപ്പൊ അച്ചാച്ചനെ കണ്ടപ്പോൾ ആ സഹോദരൻ ചോദിച്ചു, പാസ്റ്റർ ആണോ എന്ന് ചോദിച്ചു. അച്ചാച്ചൻ പറഞ്ഞു, അതെ ഞാൻ പാസ്റ്ററാ. അപ്പൊ ചോദിച്ചു, എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഞാൻ ജാർഖണ്ഡിലാന്ന് പറഞ്ഞു. ആ സഹോദരൻ പറഞ്ഞു, ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നതാണ്, ഒരു ബിസിനസ് പർപ്പസിൽ ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്നതാണ്, ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കടന്നു പോകും, ഞാൻ ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തിയാണ്, പക്ഷേ കുവൈറ്റിൽ ഞാനൊരു പെന്തിക്കോസ് കൂട്ടായ്മയിലാണ് കർത്താവിനെ ആരാധിക്കുന്നു പറഞ്ഞു. പാസ്റ്റർ നമ്പറും തരാമോന്ന് ചോദിച്ചു. അച്ഛന്റെ നമ്പർ അദ്ദേഹം വാങ്ങിച്ചു. ഒരു 5 മിനിറ്റ് ഇല്ല, ഒരു 3-4 മിനിറ്റത്തെ കാര്യമാണ്. അദ്ദേഹം ചായ കുടിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ കാർ എടുത്തു, അദ്ദേഹം പോയി, അച്ഛനും ചായ കുടിച്ചു, അച്ഛനും മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോയി. അങ്ങനെ അതിനുശേഷമായിട്ട് പിന്നെയും അച്ഛനും കുഞ്ഞും ഗഡുവയിലേക്ക് കടന്നു വന്നു. അവർക്ക് പോരേണ്ട സമയമായി. ഗഡുവയിലേക്ക് കടന്നു. ചില മാസങ്ങൾ ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ആ സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ചർച്ചിൽ നിന്ന് എംപിയിൽ നിന്ന് ഞങ്ങൾ പോരുമ്പോൾ സഭ ഞങ്ങൾക്ക് തന്ന ചെറിയൊരു തുക മാത്രം ഞങ്ങളുടെ കയ്യിലുള്ളൂ. അത് ഓരോ ദിവസം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. തീർന്നു എന്ന് പറയാം. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അന്നേരം. ഞാനും കുഞ്ഞും നാട്ടില്, അച്ചാച്ചനും മോളും ഇവിടെ. അങ്ങനെ ചില മാസങ്ങൾക്ക് ശേഷമായിട്ട്, 1-2 മാസത്തിന് ശേഷം ആ സഹോദരൻ അച്ചാച്ചനെ ഇങ്ങനെ വിളിക്കുവാനിടയായിരുന്നു കുവൈറ്റിൽ നിന്ന്. പാസ്റ്ററെ, അന്ന് ഞാൻ കണ്ട അന്ന് നമ്മൾ സംസാരിച്ചില്ലേ, ആ വ്യക്തിയാ ഞാൻ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആ സഹോദരൻ ചോദിച്ചു. ആ സഹോദരൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്, അപ്പോൾ ഓർക്കണം, നാട്ടിൽ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സഹോദരനാണ്. ആ സഹോദരൻ പറഞ്ഞത്, ചെറിയൊരു സപ്പോർട്ട് ഞാൻ പാസ്റ്ററിന് തരാം, അതെന്റെ വ്യക്തിപരമായിട്ട് നിങ്ങളെ ഞാൻ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷമായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നൊരു ഗൈഡൻസ് ആണ് ഈ ദേവദാസനെ സഹായിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ചെറിയ സഹായം തരാം, അത് മാത്രമേ എനിക്ക് ഇപ്പം പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ്, അങ്ങനെ ആ മനുഷ്യൻ, ദൈവം ഒരു ദൈവദൂതനെ കൊണ്ടുവന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു 4-5 മിനിറ്റത്തെ സംഭാഷണത്തിലൂടെ മാത്രം പരിചയമുള്ള ഒരു മനുഷ്യൻ ഞങ്ങളെ സഹായിക്കുവാൻ, അതും 5000 രൂപ വെച്ച് ഒരു മാസം അദ്ദേഹം തരുമെന്ന് ഫിക്സ് ചെയ്തു. ആ ഒരു സാമ്പത്തികമാണ് പിന്നീട് ഞങ്ങളുടെ കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ ആയി. ഓരോ മാസവും അങ്ങനെ അദ്ദേഹം തന്നുകൊണ്ടിരുന്നു. എന്നാൽ സാമ്പത്തികമായിട്ട് ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ടല്ലോ. ഞങ്ങൾക്ക് ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്ന്, സാമ്പത്തികമായ ഒത്തിരി പ്രതിസന്ധികൾ ഒക്കെ ആ സമയത്തും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനും എന്നെയും കുഞ്ഞിനെയും നാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേല പിന്നെ ഇവിടെ ചെയ്തു ഇരുന്നു. ഒരു മിഷനുമായിട്ട് ഞങ്ങൾ അറ്റാച്ച് അല്ല. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഒരു 10 മാസത്തെ വാടക പെൻഡിങ് ആയി. ഹൗസ് ഓണർക്ക് അറിയത്തില്ല 10 മാസത്തെ വാടക പെൻഡിങ് ആണെന്ന്. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പണക്കാരനായ ഒരു മനുഷ്യന്റെ ഭവനത്തിലായിരുന്നു അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഓരോ മാസം ആകുമ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ 10 എങ്ങനെ വാടക കൊടുക്കും? ഈ മനുഷ്യൻ ഒരുപക്ഷെ ഞങ്ങൾ ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യും? ഞങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവസ്ഥലിൽ കണ്ണുനീരോട് ഓരോ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട്, തുച്ഛമായ ഒരു സാമ്പത്തികമുള്ളൂ, ഇത്രയും മാസത്തെ വാടക ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 5 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 7 മാസം കഴിഞ്ഞു, 10 മാസമായി. ഇവരാരും വാടക ചോദിക്കാൻ വരുന്നില്ല. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ കുവൈറ്റിലുള്ള സഹോദരൻ ഒരു ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ 3 മാസത്തെ വിസ പാസ്റ്ററിന് തരാൻ കുവൈറ്റിലേക്ക് വരാനുള്ള, പാസ്റ്ററിന് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾക്ക് കർത്താവിന് നന്ദി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ കരയുമായിരുന്നോ, സന്തോഷമായിരുന്നോ, സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നോ? ഞങ്ങൾക്ക് വളരെ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു. കർത്താവ് എത്ര വിശ്വസ്തനാണ്. ഓരോ സമയങ്ങളിലും തന്റെ കുഞ്ഞുങ്ങളെ ദൈവം അറിയുന്നു. അങ്ങനെ 3 മാസത്തെ വിസ ആ മനുഷ്യൻ ചസന് കൊടുക്കുകയും 3 മാസത്തിന് ചസൻ കുവൈറ്റിലേക്ക് പോവാനിടയായിത്തീർന്നു. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷമായി, ശുശ്രൂഷകൾ ചെന്നതിന് ശേഷമായിട്ട് ആ സഹോദരൻ ചതൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പല ചർച്ചുകൾ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്താണ് അദ്ദേഹം അച്ഛനെ ഇവിടുന്ന് കൊണ്ടുപോയത്. ഏകദേശം 1-1.5 മാസത്തിനുള്ള എല്ലാ മീറ്റിങ്ങുകളും പല ചർച്ചുകൾ അറേഞ്ച് ചെയ്ത് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതിനു ശേഷമാണ് ആ മനുഷ്യൻ ഞങ്ങളെ കൊണ്ടുപോയത്. അങ്ങനെ അച്ഛനെ കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ചെന്ന്
ചില ദിവസങ്ങൾക്ക് ശേഷമായി ഈ 10 മാസത്തെ വാടക എന്റെ പേരിൽ അയച്ചു തരുവാനും, ആ വാടകയുമായി പെട്രോൾ പമ്പിൽ ഞാൻ പേടിച്ചാണ് ചെന്നേ. അവരെന്ത് പറയും, എങ്ങനെ ഈ വാടകയുടെ കാര്യം പറഞ്ഞ് ഞാൻ കൊടുക്കും എന്ന് അവരുടെ ഓഫീസിൽ ചെന്ന് ഈ വാടക പൈസയുമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ എന്റെ ശരീരം ആകമാനം വിറക്കിയ. എന്താ ഇവരോട് പറയണ്ടേ? ഞാൻ ഓഫീസിൽ ചെന്നു. ആ ഓണറിന്റെ മോനാണ് അന്ന് അവിടെ ഇരുന്നത്. ഞാൻ വാടക കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ബ്രദറെ, ഇത് 10 മാസത്തെ വാടകയുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, മാഡം 10 മാസം നിങ്ങൾ വാടക തന്നില്ലേ? പക്ഷെ ഞങ്ങളുടെ ഇവിടെ എൻട്രി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ വാടകയുടെ പൈസ എൻട്രി ചെയ്ത് സിഗ്നേച്ചർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് അതിശയമായി പോയി. ആരാണ് ഞങ്ങളുടെ 10 മാസത്തെ വാടക കൊടുത്തത് എനിക്ക് ഇന്നും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ പേപ്പറില്, അദ്ദേഹത്തിന്റെ ബുക്കില് ഞങ്ങൾ എല്ലാ മാസവും കൊടുക്കുന്ന ഡേറ്റിൽ വാടക കൊടുത്തതായിട്ട് സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ 10 മാസത്തെ വാടക ഞങ്ങള് കൊടുത്തിട്ടില്ല. അന്നേരം ആ ഓഫീസിൽ തന്നെയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞില്ല, വാടക പെൻഡിങ് ആണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നു ദൈവം ചെയ്തൊരു അത്ഭുതമാണ്. ഒരു പക്ഷേ കർത്താവ് ആ മനുഷ്യന്റെ കണ്ണിൽ അങ്ങനെ ചെയ്തതായിരിക്കാം ഞങ്ങൾക്ക് വേണ്ടി. പക്ഷെ പിന്നീട് അദ്ദേഹം അതെല്ലാം മറിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞ എല്ലാ സമയങ്ങളും നോക്കുന്നുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ വാടക തരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വാടക ചോദിക്കാതിരുന്നതെന്ന് ആ മനുഷ്യൻ പറയുവാനിടയായിത്തീരുന്നു. എന്നാൽ ദൈവം അവിടെയും നമ്മൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനിടയായിത്തീരുന്നു. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ഒരിക്കലും ജാതികളുടെ മുമ്പിൽ നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്ന് അന്യദേശത്തൊരാളുടെ മുമ്പിൽ ലജ്ജിപ്പാൻ കർത്താവ് ഒരിക്കലും ഇടവരുത്തുകയില്ല എന്ന് കർത്താവ് അവിടെയും തെളിയിക്കുവാനിടയായിത്തീരുന്നു. അങ്ങനെ ഞങ്ങളുടെ സഭാപ്രവർത്തനങ്ങൾ വളരുവാനും, ആ ഭവനത്തിൽ നിന്ന് മാറി മറ്റൊരു ഭവനത്തിൽ വരുവാനും, ഞാൻ പറഞ്ഞതുപോലെ വെള്ളമില്ല. ആ ഭവനത്തിൽ 6 മാസം താമസിച്ചു. അവിടുന്ന് പിന്നെ ഒരു ഭവനത്തിൽ പോയി താമസിച്ചു. ആ ഭവനത്തിൽ ഇടുങ്ങിയ ഒരു സ്ഥലമായിരുന്നു. 3 റൂമിനകത്താണ് ഞങ്ങൾ ആരാധനയ്ക്ക് ആൾക്കാരെ ഇരുത്തുന്നത്. കിച്ചൺ, 3 റൂം. ആ 3 റൂമിലും ഫില്ലായിട്ട് ആൾക്കാർ ഇരിക്കും. ഒരു റൂമിൽ ഇരുന്നാൽ മറ്റു റൂമിൽ ഇരിക്കുന്നവരെ കാണത്തില്ല. പക്ഷേ കതകും ജനലും എല്ലാം അടച്ച് 3 റൂമിനകത്ത് ആൾക്കാരെ ഇരുത്തി 7 വർഷം ഞങ്ങൾ ആരാധിച്ചു. ഞായറാഴ്ച ആരാധന സമയത്ത് കതകും ജനലും എല്ലാം അടച്ചിടും. 80, 70, 90, ചിലപ്പോൾ 100 പേരെ എങ്ങനെയാണ് ഞങ്ങൾ ആ റൂമിനകത്ത് ഇരുത്തിയത് ഞങ്ങൾക്ക് ഇപ്പോഴും അതിശയമാണ്. കഥകളെല്ലാം അടച്ചിട്ട് ചൂടിന്റെ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ഭവനത്തിൽ ഞങ്ങൾ അങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുവാനിടയായിത്തീരുന്നു. അപ്പുറം ഇപ്പുറം താമസിക്കുന്ന മുഴുവൻ ബ്രാഹ്മൺസ്, രാജ്പുത്തുകള്, ഭയങ്കര വിരോധമുള്ളവർ. ഒരു ദിവസം ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വെളിയിലൊക്കെ ബഹളമൊക്കെ കേട്ടു. എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആരാധന ശേഷമായി ഞങ്ങളുടെ വിശ്വാസികളെല്ലാം ഇറങ്ങി പോകുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ എന്തിനും ഏതിനും മടിക്കാത്തൊരു സഹോദരനാണ്. അവിടുത്തെ വലിയൊരു ഹിന്ദി ഭാഷ ഡോൺ എന്ന് പറയും. അദ്ദേഹം തല്ലിനും കൊല്ലിനും എല്ലാം ഗുണ്ട. അങ്ങനൊരു മനുഷ്യൻ വന്ന് ഞങ്ങളുടെ റൂമിന്റെ വാതിൽക്ക് നിൽക്കുന്നു. ഇറങ്ങിപ്പോകുന്ന വിശ്വാസികളെ ചോദ്യം ചെയ്യുകയാണ്. ഇവർ നിങ്ങൾക്ക് എന്താണ് തരുന്നത്? പൈസ തരുന്നുണ്ടോ? നിങ്ങളെ മതപരിവർത്തനം ചെയ്തോ? അങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ ആ മനുഷ്യൻ ഇവരോട് ചോദിക്കുവാനിടയായിത്തീരുന്നു. നിങ്ങൾക്ക് എത്ര രൂപ തന്നിട്ടാണ് നിങ്ങളിവിടെ വരുന്നത്? അതോ അന്നേരം ചോദിക്കുന്നവരെല്ലാം മറുപടി പറഞ്ഞു. ചോദിക്കുന്നതിനെല്ലാം ഞങ്ങളുടെ വിശ്വാസികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കാരും പൈസ തരുന്നില്ല, ഞങ്ങളെ ആരും മതപരിവർത്തനം ചെയ്തിട്ടില്ല, ഞങ്ങൾ സ്വന്തമായിട്ടാണ് വരുന്നത് എന്ന് പറയുകയും, അപ്പം പറഞ്ഞു പല സ്ഥലങ്ങളിലുണ്ടല്ലോ, മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി നിങ്ങൾക്ക് മറ്റു ക്രിയകളൊക്കെ ചെയ്താൽ പോരെ, ഇവിടെ എന്തിനാ വരുന്നേ? യേശു ക്രിസ്ത്യാനികളെ ദൈവമല്ലേ എന്ന് പറയുവാനിടയായത്. എന്നാൽ ഞങ്ങളുടെ വിശ്വാസികൾ ആരും അതിൽ നിന്ന് കർത്താവിൽ നിന്ന് പിന്മാറാതെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് ഇടയാക്കി. അതിനുശേഷമായിട്ട് ആ സഹോദരൻ, ഈ മനുഷ്യൻ, ഞങ്ങളുടെ അപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യൻ അച്ഛനെ വിളിച്ചു, ചോദിച്ചു, എടോ ഇയാൾ ഡോക്ടറാണോ? അച്ഛൻ പറഞ്ഞു, ഞാൻ ഡോക്ടറല്ല. പിന്നെ എങ്ങനെ ഇയാൾ സൗഖ്യമാക്കുന്നേ? അച്ഛൻ പറഞ്ഞു, ഞാൻ ആരെയും സൗഖ്യമാക്കുന്നില്ല, എന്റെ യേശു സൗഖ്യമാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇയാളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. ഇയാൾ ഇവിടെ മതപരിവർത്തനമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ മന്ദിരമുണ്ട്, അമ്പലമുണ്ട്, അവിടെ ഇയാളുടെ കമ്മിറ്റിയിൽ ഇയാളുടെ പേര് വെക്കും. ഇയാൾക്ക് ഒരിക്കൽ പോലും ജാമ്യം കിട്ടാത്ത നിലവാരത്തിൽ ഇയാളെ ഞാൻ പൂട്ടിക്കും എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരുന്നു. അത് അച്ഛൻ സ്നേഹത്തോടെ സഹോദരൻ പറഞ്ഞു, സഹോദരൻ എന്താണ് ചെയ്യേണ്ടത്? സഹോദരൻ ചെയ്തോ എന്ന് പറഞ്ഞ് അച്ഛൻ കയറി പോരുവാനിടയായിരുന്നു. ആ മനുഷ്യനും കയറിപ്പോയി. അതിനുശേഷമായിട്ട് ഞാൻ പറയട്ടെ, ദൈവമക്കളെ, എന്റെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. ആ മനുഷ്യൻ ഞങ്ങളെ കേസ് കൊടുക്കും, ഞങ്ങളുടെ പേരിൽ കമ്മിറ്റി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ആ മനുഷ്യന്റെ 3 വയസ്സുള്ള ഒരു കുഞ്ഞ്, എന്റെ കുഞ്ഞുമായിട്ട് കളിക്കുന്ന ഒരു കുഞ്ഞാണ്. എന്റെ മോന് വന്ന് 3 വയസ്സുണ്ട്, 2.5 വയസ്സുണ്ട്. ആ കുഞ്ഞുമായിട്ട് കളിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഈ മോൻ ഒരു ദീപാവലിയുടെ സമയത്ത് ഇവരുടെ വീട്ടിൽ പടക്കം പൊട്ടുക. ആ കുഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ആന്റി ഞാൻ പോത്തില്ല, എന്റെ വീട്ടില് ഇന്നാ ഞാൻ ആന്റിയുടെ കൂടെ താമസിക്കുന്നത്, അവര് പടക്കം പൊട്ടിക്കുന്നു, ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പപ്പയും മമ്മിയും വഴക്ക് പറയുമ്പോൾ പെട്ടെന്ന് പൊക്കോൻ പറഞ്ഞു. ഇല്ല, കുഞ്ഞ് പോത്തില്ല എന്ന് പറഞ്ഞു.
ഞാൻ പോകത്തില്ല. അവര് വിളിക്കുന്നുണ്ട്, പക്ഷെ ഈ കുഞ്ഞ് പോകത്തില്ല. എന്ത് എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. എന്റെ കുഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് എങ്ങനെയാണ് എന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് എന്ന് പറയുന്ന പോലെ ഈ മനുഷ്യന്റെ കുഞ്ഞ് എന്നെ നെഞ്ചോട് ചേർന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഇരിക്കുക. ഇങ്ങനെ ഞാൻ എടുത്തോണ്ട് എന്നെ നിൽക്കുക. അതിനുശേഷം അതിന്റെ പപ്പ കണ്ടു. വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെ വന്നിട്ട് കുഞ്ഞിനെ വിളിച്ചു വരാൻ പറഞ്ഞു. ദേഷ്യപ്പെട്ടാ പറഞ്ഞു. എന്നിട്ട് ഈ കുഞ്ഞ് എന്റെ അടുത്തുനിന്ന് പോകുന്നില്ല. ഈ മനുഷ്യന് മനസ്സിലായി കുഞ്ഞൊരു വരത്തില്ല, അവൻ പേടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ആ മനുഷ്യൻ പോയി കുറച്ച് മിഠായികളുമായിട്ട്, ദീപാവലിയാണ്, ഒരു പാക്കിൽ കുറച്ച് മിഠായിയുമായിട്ട് വന്നിട്ട് 2 ദിവസം മുമ്പ് കണ്ട മുഖമല്ല ആ മനുഷ്യൻ അന്ന് ഞാൻ കാണുന്നേ. 2 ദിവസം ആ കുഞ്ഞിനെ വിളിക്കാൻ വന്നപ്പോൾ ഉള്ള മുഖമല്ല ആ മനുഷ്യൻ അന്നേരം ആ സമയത്ത് ഒരു 5 മിനിറ്റ് ഗ്യാപ്പിനിടയ്ക്ക് സംഭവിച്ചു. അദ്ദേഹം ഒരു പാക്കിനകത്ത് കുറച്ച് മിഠായിയുമായിട്ട് വന്നിട്ട് പറയുവാണ്, ദീപാവലി അല്ലേ മേഡം, ഇത് വെച്ചോ, ഖുഷിക്ക് ഞാൻ തരുക, സന്തോഷത്തിന് ഞാൻ തരിക, ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞ് പിടിച്ച് വാങ്ങിയിട്ടും അത് പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആ മിഠായി ഇങ്ങനെ കൈ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഭയ്യ പൊക്കോ, ഞാൻ ഈ കുഞ്ഞിനെ കുറച്ച് സമയത്തിന് ശേഷമാണ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരാം, ഭയ്യ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യനങ്ങ് പോയി. പടക്കം പൊട്ടു, എല്ലാം അങ്ങ് ശാന്തമായതിനു ശേഷമായിട്ട് ഞാൻ ഇവനെ കുറച്ച് പാട്ടൊക്കെ ഇങ്ങനെ പാടി കേൾപ്പിച്ചു. ഇവന് സന്തോഷമായി. അതിനുശേഷമായിട്ട് ഇവനെ കൊണ്ട് ഇവന്റെ വീട്ടിൽ കൊണ്ടുവിടുവാനിടയായിത്തീർന്നു. ഞാൻ പറയട്ടെ, ആ മനുഷ്യൻ അന്ന് ശാന്തമായതാ. പിന്നെ ഒരിക്കലും ഞങ്ങൾക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ നാവ് ചലിപ്പാൻ ദൈവം ഇടയാക്കിയില്ല. അവിടെയും ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. എത്ര നമുക്കെതിരായിട്ട് നിൽക്കുന്ന വ്യക്തികളെയും അവരുടെ മനസ്സിനെ മാറ്റുവാൻ കർത്താവിന് 1 മിനിറ്റ് മതി. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിനുശേഷമായിട്ട് ഞങ്ങൾ പിന്നെയും ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ വേല കർത്താവ് വളർത്തുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്കൊരു ആരാധനാലയ സ്ഥലം വേണം, കർത്താവ് എല്ലാം ഞങ്ങൾക്ക് തരണം. ഈ 100 വിശ്വാസികളെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? ചെറിയ ഭവനമാണ്, ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന് അത്രയും സമയത്തിനിടയ്ക്കൊക്കെ അതിന് പല സമയങ്ങളിൽ കുവൈറ്റ്, അതുപോലെ സൗദി, ദുബൈ, അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ പല കോണ്ടാക്റ്റുകൾ ലഭിക്കുകയും പല സ്ഥലങ്ങൾ കർത്താവിന്റെ പേരിലുള്ള ബന്ധത്തിൽ പോകുവാനൊക്കെ കർത്താവ് അവസരം ഒരുക്കി. അങ്ങനെ 2019 സൗദിയിൽ പോയി മടങ്ങി വന്നതിന് ശേഷമായിട്ട് ഞങ്ങള് ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലത്തെ ക്രമീകരിച്ചു. അതും ദൈവത്തിന്റെ ഹിതപ്രകാരമായിരുന്നു. ഞങ്ങള് 4 ദിശകളിലും സ്ഥലത്തിന് വേണ്ടി ഓടി നടന്നു. ഞങ്ങള് അല്പം പൈസ ഞങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. ആ പൈസ കൊടുത്ത് ഞങ്ങൾ സ്ഥലം എഗ്രിമെന്റ് ചെയ്യണമെന്നുള്ള ചിന്തയിൽ ഞങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടു. ആ സ്ഥലം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. എന്നാൽ ആ സ്ഥലം വാങ്ങുവാനുള്ള ഫുൾ പേയ്മെന്റ് ഞങ്ങളുടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉണ്ടായിരുന്ന പൈസ ഞങ്ങൾ എഗ്രിമെന്റ് ചെയ്തു. 2 മാസത്തെ അവധിയിൽ ഞങ്ങൾ എഗ്രിമെന്റ് ചെയ്തു. സിറ്റിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ ഹൈവേയോട് ചേർന്ന് ഒരു വില്ലേജ് ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് എഗ്രിമെന്റ് കൊടുത്തു. 2 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ എഗ്രിമെന്റ് ചെയ്തു. എന്നാൽ ബാക്കി 14 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണം. വലിയ റിസ്ക് ആണ് ഞങ്ങളുടെ മുമ്പിൽ ഉള്ളത്. ആര് ഞങ്ങൾക്ക് തരും, ആര് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ദൈവസ്ഥലിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സ്ഥലത്തിന് വേണ്ടി എഗ്രിമെന്റ് ചെയ്തിട്ട് ഈ സ്ഥലത്ത് രാവും പകലുമില്ലാതെ ഇവിടെ കടന്നു വന്ന് ഈ മണ്ണിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. കർത്താവ് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവം ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇത്രയും വിശ്വാസികളെ ദൈവം ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് തന്നു. ഇനിയും ഇവരെയും കൊണ്ട് ഒരു വാടക വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇനി പ്രതികൂലങ്ങള് ഒരു സഹോദരനെ ദൈവം ശാന്തമാക്കി. ഇനി എന്തെങ്കിലും മറ്റു സുവിശേഷ വിരുദ്ധകൾ എഴുന്നേറ്റ് ഞങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെ മുമ്പോട്ട് പോകുന്ന ദിവസത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങള് നവംബർ 11-ാം തീയതി ഈ സ്ഥലത്തിന് എഗ്രിമെന്റ് ചെയ്തു 2019. അങ്ങനെ ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2020 ജനുവരി മാസത്തിൽ ഈ സ്ഥലം വാങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതും ദൈവത്തിന്റെ വലിയൊരു അത്ഭുതമാണ്. 2 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങള് എഗ്രിമെന്റ് ചെയ്ത സ്ഥലം 14 ലക്ഷം രൂപ വേണം. ഞങ്ങൾ ആരോട് പറയും, ആരോട് ചോദിക്കും, ആര് തരും? സമയങ്ങൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കരയുവാനല്ലാതെ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ല. ഞങ്ങൾ പൈസ കൊടുത്തില്ലെങ്കിൽ, സ്ഥലം വാങ്ങിയില്ലെങ്കിൽ ഈ സ്ഥലം ഞങ്ങളുടെ പോകും, 2 ലക്ഷം രൂപയും ഞങ്ങളുടെ പോകും. അങ്ങനെ ഞങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ സൗദിയിൽ പോയപ്പോൾ താമസിച്ചിരുന്ന ഒരു അങ്കിള് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ എന്താ ഈ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ? അച്ഛൻ പറഞ്ഞു, അങ്കിളെ എഗ്രിമെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്, ബാക്കി പൈസ ഞങ്ങൾ കൊടുക്കുക ഞങ്ങളുടെ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്കിള് ചോദിച്ചു, പാസ്റ്റർ എത്രയാണ് ഇതിന്റെ കാര്യങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുവാനും
ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഇനിയുമുള്ള മുഴുവൻ പൈസയും ഞാൻ കൊടുത്തോളാം. ദൈവത്തിന്റെ മഹത്വം. ഇനി എത്രയാണ് പാസ്റ്ററിന് കൊടുക്കേണ്ടത്? ചില ദിവസങ്ങൾ മാത്രം, 10, 15, 20 ദിവസങ്ങൾ മാത്രമാണ് ആ അങ്കിളിന്റെ ഭവനത്തിൽ അച്ചാച്ചൻ താമസിച്ചത്. വേറൊരു ഭവനത്തിലാണ് അച്ചാച്ചൻ ചെന്നത്. അവിടുന്ന് മറ്റൊരു സ്ഥലത്ത് സൗദി ചെന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ 10, 15 ദിവസം അവർ താമസിച്ചു. കാരണം അവർ ഫാമിലിയായിട്ട് ബോംബെയിലേക്ക് പോയി. അപ്പൊ അച്ചാച്ചനെ അവരുടെ ഭവനത്തിൽ ആക്കിയിട്ട് അവർ പോവായിരുന്നു. അങ്ങനെ ഒരു ബന്ധം മാത്രമേ അങ്കിളുമായിട്ടുള്ളായിരുന്നുള്ളൂ. എന്നാൽ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിപ്പാനിടയായിത്തീർന്നു. ഇവിടെ ഇങ്ങനൊരു സ്ഥലം, ഞാൻ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ വീട്, അല്ലെങ്കിൽ ഈ പാഴ്സണേജ്, ഈ ആരാധനാലയം, അന്ന് ഞങ്ങൾക്ക് ഈ സ്ഥലത്തിന് എഗ്രിമെന്റ് ചെയ്ത് ഈ സ്ഥലം വാങ്ങിക്കുവാൻ ദൈവം അത്ഭുതം ചെയ്തു. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ്, ഗഡ്വ ജില്ല എന്ന് പറഞ്ഞാൽ UP, ബീഹാർ, ഛത്തീസ്ഗഡ് 3 സ്റ്റേറ്റിന്റെയും ബോർഡറാണ്. 3 സ്റ്റേറ്റിന്റെയും കൾച്ചറാണ് ഇവിടുത്തെയുള്ള ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ പതിയെ ഇവിടുത്തെ ആരാധനാലയത്തിന്റെ പണികൾ തുടങ്ങുവാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങളുടെ കരങ്ങൾ ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ട് ഞങ്ങള് ഭവനത്തിന്റെ ഈ ആരാധനാലയത്തിന്റെയും പാഴ്സണേജിന്റെയും പണികൾ തുടങ്ങുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഏകദേശം 4 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തത്. ഇവിടെ താമസിച്ചുകൊണ്ട്, അവിടുന്ന് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഭവനത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾക്കൊന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഡൽഹിയിൽ ഞങ്ങൾ ഒരാഴ്ചത്തിന് കടന്നുപോയി കുടുംബമായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഹൗസ് ഓണർ ഞങ്ങളെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. പ്രത്യേക ഒരു കാരണം ഈ ബിൽഡിങ്ങിൽ ഉണ്ടായി. ഞങ്ങളെ സംബന്ധിക്കുന്ന കാരണമല്ല, മറ്റ് താമസിക്കുന്ന വേറൊരു റെന്ററിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ്. മെയിൻ ഗേറ്റ് ലോക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് താമസിച്ചോ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ പിന്നീട് എടുത്തുകൊണ്ട് പോവാം. ഇപ്പൊ ചില പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് ഈ ബിൽഡിംഗ് ഞങ്ങൾ ലോക്ക് ചെയ്തിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പണി തീരാത്ത ഈ ഭവനത്തിൽ വന്നു. മുഴുവൻ മണ്ണ്, തറ മുഴുവൻ മണ്ണ്, പില്ലറ് മാത്രമേ ഉള്ളൂ. 2 റൂമേ മാത്രം ഭിത്തി കെട്ടിയിട്ടുള്ളൂ. കിച്ചനും 2 റൂമും ഭിത്തിയെല്ലാം കെട്ടിയിട്ടുണ്ട്. ബാക്കി മുഴുവൻ ഹോളിന്റെ ഭാഗം മുഴുവൻ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഡോർ ഒന്നും വെച്ചിട്ടില്ല, ഒന്നുമില്ല. ഒരു പണിതുകൊണ്ട് നടക്കുന്ന ഒരു ബിൽഡിങ്, പണി നടക്കുന്ന ഒരു വീട്. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ 7 ദിവസം ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് വന്ന് 7 ദിവസം ഈ പണി തീരാത്ത വീട്ടിൽ തണുപ്പത്തോ മഴ ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ താമസിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരാഴ്ച ഞങ്ങൾ താമസിച്ച ശേഷമായിട്ട് ഹൗസ് ഓണർ ഞങ്ങളോട് പറഞ്ഞു, വന്ന് സാധനങ്ങളൊക്കെ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് ഒരു ഭവനമില്ല, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതിന് മുഖാന്തരമായിട്ട് അദ്ദേഹം പിന്നെയും കുറച്ച് സമയങ്ങളോട് ഞങ്ങൾക്ക് ആ ഭവനത്തിൽ തന്നു. അതിനുശേഷമായി പിന്നെയും ആ ബിൽഡിങ്ങിലെ പ്രശ്നങ്ങൾ പ്രതികൂലമായിക്കൊണ്ടിരുന്നു, മറ്റുള്ള റെന്ററുമായിട്ടുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ഞങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് ഇവിടേക്ക് മാറണം, എന്ത് ഞങ്ങൾ ചെയ്യും? ടോയ്ലറ്റ് ബാത്റൂം ഉണ്ടാക്കിയിട്ടില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾ എങ്ങനെ ചെയ്യും എന്ന് ഞങ്ങൾ ഭാരപ്പെട്ട് പെട്ടെന്ന് തന്നെ ചില ക്രമീകരണങ്ങൾ ചിലർക്ക് മനസ്സിലായി. ഞങ്ങൾ ഇവിടെ വളരെ പ്രതികൂലത്തിലാണ് കടന്നു പോകുന്നത് മനസ്സിലായത് മുഖാന്തരം ഞങ്ങളുടെ കരങ്ങളിൽ ചില സാമ്പത്തിക നന്മകൾ കടന്നു വരുവാൻ അല്പമായിട്ട് ചെറിയ പണികളൊക്കെ ഞങ്ങൾ ചെയ്തു തീർത്തു. പെട്ടെന്നുള്ള ഡോർ വെക്കണം, ഡോർ വെച്ചു. അങ്ങനെ 2 റൂമിനും കിച്ചനും ഡോർ വെച്ചു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത്, തറയൊന്നും ഇട്ടിട്ടില്ല, എല്ലാം മണ്ണാണ്, പൊടി ഉയരുന്ന മണ്ണിനകത്ത് ഞങ്ങൾ കട്ടിലും സാധനങ്ങളും എല്ലാമായിട്ട് വന്ന് ഇവിടെ താമസം ആരംഭിച്ചു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ 2022 ഒക്ടോബർ മാസത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് താമസം ആരംഭിച്ചു. അപ്പോൾ ആ സമയത്ത് അച്ചാച്ചന് കുവൈറ്റിലേക്ക് പോകാനൊരു സാഹചര്യം പെട്ടെന്ന് കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ എന്നോട് ചോദിച്ചു, 2 കുഞ്ഞുങ്ങളുമായിട്ട് നീ ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ എങ്ങനെ താമസിക്കും? എനിക്ക് പോകണം. വിശ്വാസികളെയും ആരെയും ഇവിടെ ആക്കാൻ പറ്റത്തില്ല, കാരണം സഹോദരന്മാർക്ക് താമസിക്കാൻ പറ്റത്തില്ല. സഹോദരിമാർക്ക് വന്നാൽ അടച്ചുറപ്പില്ല, എങ്ങനെ താമസിക്കും? ഫ്രണ്ട് ഡോറില്ല, ബാക്ക് ഡോറില്ല, വിൻഡോ വെച്ചിട്ടില്ല. 2 മുറിക്കും മാത്രം ഡോർ വെച്ചിട്ടുണ്ട്, 2 മുറിക്ക് മാത്രം വിൻഡോ ഉണ്ട്, ബാക്കി മുഴുവൻ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ആർക്ക് ഏത് സമയത്തും ഈ ബിൽഡിങ്ങിനകത്ത് കയറി വരാം. ഒരു അടച്ചുറപ്പില്ലാത്ത സിറ്റിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ അടുത്തങ്ങ് ഒറ്റ വീടുകളില്ല, പ്ലെയിൻ ആയിട്ട് മരുഭൂമി പോലെ കിടക്കുന്ന ഒരു സ്ഥലം, ഒറ്റ ബിൽഡിംഗ് ഞങ്ങളുടെ മാത്രം. എങ്ങനെ നീ കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കും? ഞാൻ പറഞ്ഞു, സാരമില്ല, ഭാരപ്പെടേണ്ട, ദൈവം ഞങ്ങളെ സൂക്ഷിച്ചോളും, സത്യന് ദൈവം പോകാൻ അവസരം ഒരുക്കിയതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന് ഇവിടുന്ന് പോകുവാനിടയായിത്തീർന്നു. ദൈവം ചെയ്ത വലിയൊരു അത്ഭുതം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ. അച്ഛൻ ഇവിടുന്ന് ഡൽഹി ചെന്നപ്പോൾ അന്ന് രാത്രി അച്ഛൻ ഡൽഹിയിൽ എയർപോർട്ടിൽ പോയിരിക്കുകയാണ്. ഇവിടുന്ന് യാത്ര ചെയ്ത് ഡൽഹിയിൽ എയർപോർട്ടിൽ പോയിരുന്ന് പിറ്റേ ദിവസം രാത്രിയില് അച്ഛൻ ഇവിടുന്ന് ഡൽഹി ചെന്നു.
ആ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാത്രിയിൽ ഞങ്ങളുടെ ബൈക്ക് ഡോർ ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിലും ഡോർ ഇല്ല, ഹോളിന്റെ മുഴുവനും വിൻഡോസ് ഇല്ല, അങ്ങനെ ബിൽഡിംഗ് ഫുൾ ഓപ്പൺ ആണ്. രാത്രിയിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും 5 മണി ആകുമ്പോഴത്തേന് എല്ലാ ഫുഡും ഉണ്ടാക്കി കിച്ചണിലും ലോക്ക് ചെയ്യും, സൈഡിലെ റൂമും ലോക്ക് ചെയ്യും, സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങളുടെ ബെഡ്റൂമിനകത്ത് കയറും. ആഹാരങ്ങളെല്ലാം എടുത്തുകൊണ്ട് ബെഡ്റൂമിനകത്ത് കയറി 5:30 ഒക്കെ ആകുമ്പോൾ, തണുപ്പ് സമയത്ത് പെട്ടെന്ന് ഇരുട്ടും, 5:30 ആകുമ്പോൾ ബെഡ്റൂമിൽ കയറി കഥ അടയ്ക്കും. അതിനകത്താണ് പിന്നെ ഞങ്ങളുടെ വാസം, ആഹാരമൊക്കെ. അങ്ങനെ അന്ന് രാത്രിയിൽ, ഡൽഹി ചെന്ന രാത്രിയിൽ ഞാൻ റൂമിനകത്ത് കയറി, റൂം പൂട്ടി, സാധനങ്ങളെല്ലാം അതിനകത്ത് വെച്ചു, കഴിക്കുന്ന ആഹാരം എല്ലാം കഴിച്ചു. ഞങ്ങള് റൂമിൽ നിന്ന് ഞാൻ കൈ കഴുകണം മറ്റു വെളിയിലോട്ട് ഇറങ്ങിയ സമയത്ത് ഒരു നായ്ക്കുട്ടിയല്ല, നായ ഞങ്ങളുടെ പണി തീരാത്ത ഹോളിനകത്ത് കോർണറിൽ വന്ന് സിമെന്റ് ചാക്കിനിടയ്ക്ക് സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ പേടിച്ചു. ഇത് എവിടുന്ന കയറി വന്ന് ഉപദ്രവിക്കുന്ന വല്ലതും നായാണോ എന്ന് ഞാൻ പേടിച്ച്. അത് ഓടുന്നില്ല. അതിന്റെ വിചാരം ഞാൻ ഈ വീട്ടിലെയാണ്, ഈ വീട്ടുകാർ എന്നെ വളർത്തുന്നതാണെന്നുള്ള നിലവാരത്തിൽ അതിങ്ങനെ വാലാട്ടി അവിടെ എഴുന്നിട്ട് നിൽക്കുക. എന്നെ കണ്ടപ്പോൾ അത് നല്ല ഞാൻ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല. സാധാരണ നമ്മൾ നായെ പെട്ടെന്ന് കാണുമ്പോൾ പേടിക്കും. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഒരു നായ ഇങ്ങനെ വന്ന് കയറിയിട്ടുണ്ട്, ഇത് ഓടുന്നില്ല, പോകുന്നില്ല, ഇതിങ്ങനെ വാലാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യും, കടിക്കു വല്ലതും ചെയ്യുന്നതാണോ എന്നറിയത്തില്ല. അപ്പൊ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു, അത് കർത്താവ് വിട്ടതാ, നിങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി, അതിനെ ഓടിച്ചു വിടണ്ട, അത് അവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, ശരിക്കും കർത്താവ് തന്നെ അയച്ചതായിരിക്കാം അതിനെ ഞങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി. മറ്റാരും ഇല്ല ഞങ്ങൾക്ക് അടുത്ത്, ഭവനങ്ങളില്ല, വേറെ ആരും ഞങ്ങളുടെ കൂടെ ഇല്ല, ഞാൻ ഈ 2 കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അത്ഭുതം എന്ന് പറയട്ടെ, ഈ നായ എല്ലാ ദിവസവും ഒരു കാവൽക്കാരനെ പോലെ, ഒരു സെക്യൂരിറ്റിയെ പോലെ എല്ലാ ദിവസവും വൈകിട്ട് വരും. ഞാൻ രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് എന്റെ ബെഡ്റൂം തുറന്ന് വെളിയിൽ വരുന്ന സമയത്ത് ഈ സിമെന്റ് ചാക്ക് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് എന്നെ ആകെപ്പാടൊക്കെ ഒന്ന് മണപ്പിച്ച്, വാലൊക്കെ ആട്ടി, ചെവിയൊക്കെ ഒന്ന് താത്തിട്ട് ഇതൊറ്റ പോക. പിന്നെ പകലൊന്നും അതിനെ കാണാറില്ല. ഇത് എവിടുന്ന് പോകുന്ന, എവിടുന്ന് വന്നാ എവിടെ പോകുന്ന ഒന്നും അറിയത്തില്ല. അതിന് ഭക്ഷണം കൊടുത്ത് അത് കഴിക്കത്തില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മണപ്പിച്ച് നോക്കിയിട്ട് അവൻ ആ മൂലയ്ക്ക് പോയി അങ്ങനെ കിടക്കും. വൈകിട്ട് 8 മണിയാകുമ്പോൾ, സന്ധ്യ ആകുമ്പോൾ, 8 മണിക്ക് മുമ്പ്, 8 മണിക്ക് അവിടെ അടുത്ത സമയമാകുമ്പോൾ ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ പുള്ളി അകത്ത് കയറി വരും, എന്നും കിടക്കുന്ന ആ സ്ഥലത്ത് കിടക്കും. ഡെയിലി ഇത് തന്നെ, ഈ കണ്ടിന്യൂ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇത് കർത്താവ് അയക്കുന്ന, അല്ലെങ്കിൽ പകൽ എന്തുകൊണ്ട് വരുന്നില്ല, രാത്രിയിൽ മാത്രമേ ഇത് വരുന്നു. ഇതിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ സിംഹം ഗർജിക്കുന്ന പോലൊരു ശബ്ദമാണ്. ഭയങ്കര ശബ്ദമാണ്. ഒരു ദിവസം രാത്രി എന്തോ വളരെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഗേറ്റിന്റെ അവിടേക്ക് ഓടി ഇത് പോയിട്ട് അതുപോലെ തിരിച്ചു വന്നു. ആ സമയങ്ങളില് ഇവിടെ പുലി ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു. പല ഗ്രാമങ്ങളിൽ പുലി ഇറങ്ങി ആൾക്കാരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തൊരു സ്ഥലമായിരുന്നു. ചർച്ചിലെ വിശ്വാസികൾ വരുമ്പോൾ എന്നോട് പറയും, ആന്റി വെളിയിൽ ഇറങ്ങരുത്, 5 മണി ആകുമ്പോഴത്തേന് തണുപ്പ് സമയമാണ്, 5 മണി 5:30 ആകുമ്പോൾ ഇരുട്ടും, അതുകൊണ്ട് ആന്റി കുഞ്ഞുങ്ങളുമായിട്ട് അകത്ത് കയറിക്കണം, വെളിയിൽ ഒരു കാരണവശാലും ഇറങ്ങരുത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിനകത്ത് തന്നെ ഇരുന്നോണം എന്ന് അവര് നേരം വിളിക്കാതെ ആന്റി വെളിയിൽ ഇറങ്ങല്ല എന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കാവൽക്കാരനെ പോലെ ഈ നായ എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്നു, എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു, ഞങ്ങൾക്കൊരു സൂക്ഷിപ്പുകാരനെ പോലെ. അതിന്റെ വിചാരം ഞാനാണ് അതിനെ വളർത്തി ഇത്രയും വലുതാക്കിയത് എന്നുള്ളൊരു സ്നേഹപ്രകടനമായിരുന്നു അതിനുണ്ടായിരുന്നത്. അങ്ങനെ ആ നായ, ഞാൻ പറയട്ടെ ദൈവമക്കളെ, 2 മാസത്തിലധികം 3 മാസത്തോളം ഞങ്ങൾക്ക് കാവൽക്കാരായിട്ട് ആ നായ ഇവിടെ വരുവാനിടയായിത്തീർന്നു. ദൈവം ചെയ്തൊരു അത്ഭുതമാണ്. ആരുമില്ലാത്തവർക്ക് കർത്താവ് കൂടെയുണ്ട്. ഏലിയാവിന് വേണ്ടി അപ്പവും ഇറച്ചിയുമായിട്ട് കാക്കി അയച്ച ദൈവമാണ് നമ്മുടെ കർത്താവ്. കർത്താവിന് ആരിലൂടെയും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിയും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവ് അതിലൂടെ എനിക്കൊരു കാര്യം തെളിയിച്ചു തന്നു, കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടില്ല. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും, ആരും നമ്മളെ സഹായിക്കാൻ ഇല്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്തും, കർത്താവ് ഏതെങ്കിലും മാധ്യമത്തിലൂടെ, ഏതെങ്കിലും വ്യക്തിയിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിലൂടെ ആണെങ്കിലും നമ്മളെ സഹായിക്കുവാൻ കർത്താവിന് കഴിയുമെന്നുള്ളത് കർത്താവ് എന്നെ പഠിപ്പിക്കുവാനും എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും ഇടയായിത്തീർന്നു. അങ്ങനെ 3 മാസം ആകുന്ന സമയത്ത് ഡിസംബർ 27-ാം തീയതി ഞങ്ങളുടെ ബാക്ക് സൈഡിലെ ഡോർ വെക്കുവാനും ഫ്രണ്ടിലെ ഡോർ വെക്കുവാനും, അങ്ങനെ ചില വിൻഡോസുകൾ, മറ്റു വിൻഡോകളെല്ലാം ഫിക്സ് ചെയ്യാനും, വിൻഡോ ഡോർ ഇല്ലാതെ തന്നെ അതിന്റെ ഫ്രെയിം ഫിറ്റ് ചെയ്യുവാനും, ബാക്കിലും ഫ്രണ്ടിലും ഡോർ ഫിറ്റ് ചെയ്യാനൊക്കെ ഇടയായിത്തീർന്നു. ഈ വിൻഡോയും ഡോറും എല്ലാം ഫിറ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം ഈ നായ പകൽ സമയത്ത് വന്ന് ഇതിന്റെ സൈഡ് റൂമിന്റെ, ഞങ്ങളുടെ പാഴ്സനേജിന്റെ സൈഡിൽ ഇങ്ങനെ കിടന്നു.
അപ്പൊ ഞാൻ വെളിയിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഇത് ആദ്യമായിട്ടാണ് പകൽ വന്നേ. ഞാനപ്പോ എന്റെ മോളോട് പറഞ്ഞു, കുഞ്ഞു ഞാനുമാണ് വെളിയിലോട്ട് പോകാൻ ഇറങ്ങുന്നത്. കുഞ്ഞിനോട് പറഞ്ഞു, മോനെ വിശന്നായിരിക്കും, എന്തെങ്കിലും അവന് കൊടുക്കുക, അവന് കഴിച്ചിട്ട് പൊട്ടെ എന്ന് പറഞ്ഞു. കൊടുത്തപ്പോൾ അവനൊന്നും കഴിക്കുന്നില്ല. അപ്പൊ എനിക്ക് പോകേണ്ട ധൃതിയാണ്. ഒരു 5 മിനിറ്റ് അവിടെ കിടന്ന് കാണും. അതിനുശേഷം ഈ നായ്ക്കുട്ടി എഴുന്നേറ്റ് അങ്ങ് പോയി. ഞാൻ എന്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് വെളിയിലേക്ക് റോഡിൽ കയറി കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന സമയത്ത് ഞാൻ കാണുന്നത് ഈ നായ റോഡിൽ ചത്ത് കിടക്കുന്നു. എന്റെ സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ചത്ത് റോഡിൽ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടേ. ഞാൻ ദൂരെ നിന്ന് കണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായില്ല, കാരണം ഞാൻ കുറച്ചു മുമ്പ് കണ്ട നായാണ്. അതിങ്ങനെ ചാവുന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ സ്കൂട്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞെ മോനെ, ഇത് നമ്മുടെ തന്നെയാണല്ലോ മക്കളെ എന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ എനിക്ക് എന്താ പറയുക, സങ്കടം, വിഷമവും സഹിക്കാൻ വയ്യാത്തൊരു സങ്കടമായി എനിക്ക്. ഞാൻ അപ്പോൾ എന്റെ ഉള്ളിൽ ഇങ്ങനെ ആരോ പറയുകയാണ്, നീ സേഫായി എന്നുവെച്ചാ ഡോർ വെച്ചു, വിൻഡോസ് എല്ലാം അതിന്റെ ഫ്രെയിം എല്ലാം വെച്ചു, നമുക്ക് ഇനിയും ആരും അകത്തോട്ട് റൂമിനകത്തോ ഹോളിനകത്തോ ആരും കിടക്കത്തില്ല, സേഫായി. ആ ഒരു എന്റെ മനസ്സിലൊരു ചിന്ത ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് സത്യത്തിൽ ദൈവം അയച്ചിരുന്ന ഒരു നായയായിരുന്നു ഞങ്ങളെ സേഫ് ആക്കാൻ വേണ്ടി. ഞങ്ങളെ മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റു നായ്ക്കളോ മറ്റു ജന്തുക്കളോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരോ ഞങ്ങളെ ആക്രമിക്കാൻ കടന്നു വരാതെ ഇരിക്കത്തക്കവണ്ണം ദൈവം കാവലാക്കി വെച്ചിരുന്ന ഒരു നായാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ സേഫ് ആയതിന്റെ പിറ്റേ ദിവസം ആ നായ ചത്തുപോയെന്ന് ഇന്ന് എന്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അത്രയും ദിവസം അത് വന്നു, എല്ലാ ദിവസവും വന്നു. അത് എങ്ങനെ പെട്ടെന്ന് അത് ചത്തുപോയി എന്ന് എനിക്കിപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവിന് നമുക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ കഴിയും. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ അവിടെയും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. കർത്താവ് വലിയവനാണ്. അനേകരോട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം പറയുവാൻ കർത്താവ് എന്നെ ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, കർത്താവിനാൽ ഒരു കാര്യവും അസാധ്യമല്ല. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേല ഇവിടെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, അതിന് മുമ്പായിട്ട് ഒത്തിരി പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, പല ആവർത്തി ഞാൻ മരിച്ചു പോകേണ്ട പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. BP ഹൈ ആയി, ഹാഫ് ഡെഡ് ആയതുപോലെ എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അവിടുന്ന് എല്ലാം സർവശക്തനായ കർത്താവ് എന്നെ വിടുവിച്ച് ഇത്രത്തോളം അത്ഭുതകരമായി കർത്താവ് നടത്തുവാൻ ഇടയായിത്തീരുന്നു. ഇപ്പോൾ ഏകദേശം 200-ലധികം മെമ്പേഴ്സ് വരുന്ന ഒരു ചർച്ച് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഈ സ്ഥലത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മലയാളി പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഞങ്ങളല്ലാതെ ഈ 14 വർഷത്തിനിടയ്ക്ക് ഒരു മലയാളി ഫാമിലിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും പഠിച്ച സ്കൂളിൽ ക്രിസ്ത്യൻ ആയിട്ടും മലയാളിയായിട്ടും എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും മാത്രമേ ഉള്ളായിരുന്നു. എന്റെ കുഞ്ഞ് +2 പാസ്സായി, ആ സ്കൂളിൽ നിന്ന് 10th പാസ്സായി, കേരളത്തിൽ +2 പഠിച്ചു. ഇപ്പോൾ അവൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമേ പറയുവാനിടയായിത്തീരുന്നല്ലോ. എന്റെ മോന് 7th സ്റ്റാൻഡേർഡിൽ ഇപ്പോഴും ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അടുത്ത ജില്ലയിലാണ്. ഞങ്ങളുടെ ജില്ലയിൽ നല്ല സ്കൂളോ നല്ല കോളേജോ നല്ല ഹോസ്പിറ്റലോ ഒന്നുമില്ലാത്തൊരു റിമോട്ട് പ്ലേസിലാണ് കർത്താവിന്റെ വേല ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ മറ്റ് ആൾക്കാർക്ക് കടന്നു വരുവാൻ തക്കതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ല. നല്ല ഹോസ്പിറ്റലോ നല്ല കമ്പനിയോ നല്ല സ്കൂളുകളോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. അടുത്ത ജില്ലയിൽ പോയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു മലയാളി ടീച്ചറോ ഒന്നും ഇല്ലാത്തൊരു സ്കൂളാണ്. ഒരു ക്രിസ്ത്യനായിട്ട് ഒരു കുഞ്ഞുങ്ങളും ആ സ്കൂളിൽ ഇല്ല. എൻ്റെ മോൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ആ സ്കൂളിൽ. അങ്ങനെ ഒരു സ്കൂളിലാണ് എൻ്റെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് എത്ര വിശ്വസ്തനാണ്. എല്ലാം പ്രതികൂലമായാലും നമ്മളെ താങ്ങി നടത്തുന്ന ഒരു കർത്താവ്. ആരും നമ്മളെ സഹായിക്കാനില്ല എങ്കിലും എൻ്റെ എല്ലാ മധ്യത്തിൽ നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന ഒരു കർത്താവ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് 12-ലധികം മിഷണറിമാർ ഇവിടെ ഉണ്ട്. എല്ലാവരും ഹിന്ദിക്കാരാണ്. പല വില്ലേജുകളിൽ കർത്താവിന് വേല ചെയ്യുന്നു. 12-ലധികം ദേവദാസന്മാര്, അവരുടെ സഹശുശ്രൂഷകര് എല്ലാമായിട്ട് 20-ലധികം മിഷണറീസ് ഇപ്പൊ നമ്മുടെ കൂടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. പല വില്ലേജുകളിൽ കർത്താവിന്റെ വേല നടക്കുന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾ എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ബൈബിൾ സ്കൂള് ഉണ്ട്. 2 വർഷമായിട്ട് ഞങ്ങളുടെ ഒരു ദർശനമായിരുന്നു ബൈബിൾ സ്കൂൾ എന്നുള്ളത്. ബൈബിൾ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2nd ബാച്ചിന്റെ ഗ്രാജുവേഷൻ അടുത്ത ദിവസങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അനേകരെ മിഷണറിമാരെ കർത്താവിന് വേണ്ടി വാർത്തെടുത്ത് മിഷൻ ഫീൽഡുകളിലേക്ക് അയക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇപ്പോൾ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഡർഷിപ്പ് ചെയ്ത് അനേകരെ കർത്താവിന്റെ വയൽ പ്രദേശത്തേക്ക്, അനേക സ്ഥലങ്ങളിലേക്ക് അയക്കുവാനാണ് ഞങ്ങൾ ദൈവസ്ഥലിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന
പ്രിയപ്പെട്ടവരെ, പ്രേക്ഷകരെ, നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയില് ജാർഖണ്ഡിൽ കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മിഷൻ ഫീൽഡിൽ കടന്നു വരുവാനും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന ആരാധനകളിൽ പങ്കെടുക്കുവാനും ഗ്രാമപ്രദേശങ്ങളിലെ മിഷൻ വർക്കുകൾ കാണുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. തീർച്ചയായും എൻ്റെ പ്രേക്ഷകരായ പ്രിയപ്പെട്ടവരെ, അരോമ ടിവിയുടെ പ്രേക്ഷകരായ പ്രിയപ്പെട്ടവരെ, ഞാൻ ഞങ്ങളുടെ ഗഡുവ ജില്ലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ഞങ്ങള് പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അനേക സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. UP, ബീഹാർ, ഛത്തീസ്ഗഡിൽ ഓൾറെഡി നമ്മുടെ മിഷണറിമാരുണ്ട്. UP-യിലേക്കും ബീഹാറിലേക്കും ഒറീസയിലേക്കും ഒക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടു ചെല്ലണമെന്നും മിഷണറിമാരെ അയക്കണമെന്നും ഒക്കെ ഞങ്ങൾ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ അതിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുപോകുന്നുള്ള വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാടും പടപ്പും ഗ്രാമവും എല്ലാം നിറഞ്ഞൊരു പ്രദേശങ്ങളും അങ്ങനെയുള്ള പ്രദേശങ്ങളിലൂടെയാണ് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്കായിട്ട് കടന്നു പോകുന്നത്. പല ദിവസങ്ങളില് കാട്ടാനകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നുപെട്ട സാഹചര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ഞങ്ങള് രാത്രിയില് വില്ലേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒരു കോർണർ, ഒരു വളവിന്റെ സൈഡില് ഒരു ആന ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞാൻ ദൂരെ നിന്ന് കണ്ടു. അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് ആനയെ ശ്രദ്ധിച്ചില്ല. ഞാൻ ഓർത്തു സ്റ്റാച്ചു ആയിരിക്കുമെന്ന്. അതിങ്ങനെ അനങ്ങാൻ നിൽക്കുന്നതുകൊണ്ടൊന്നും മനസ്സില്ല. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഒറിജിനൽ ആനയാണ്. രാത്രി 11 മണിയായി. കുഞ്ഞുങ്ങൾ രണ്ടുപേരും വണ്ടിയുടെ പുറകിൽ ഉറങ്ങിയാണ്. ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് പതറി. ഇത് തുമ്പിക്കൈ കൊണ്ട് ഒരു വണ്ടിയിൽ ഒന്ന് അടിച്ചാൽ വണ്ടി അങ്ങേ സൈഡിൽ കുഴിയിലേക്ക് പോകും. എന്നാൽ കർത്താവ് അതിനൊന്നും ഇടയാക്കിയില്ല. ആ ആന, ഞാൻ എപ്രകാരം ചിന്തിച്ച ഒരു സ്റ്റാച്ചു പോലെ ആ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വിട്ടു പോകുന്നതിനും വരെ ആ ആന സ്റ്റാച്ചു ആയിട്ട് ആ സ്ഥലത്ത് തന്നെ നിന്നു. ഞങ്ങളുടെ വണ്ടി പോകുന്ന എങ്ങനെ ഞങ്ങൾ അച്ഛൻ വണ്ടി ഓടിച്ച് ആ ആന നിന്ന സ്ഥലം കവർ ചെയ്തെന്ന് അറിയത്തില്ല. ഒരു ഒറ്റയാനായിരുന്നു. ഒറ്റ ആനേ ഉള്ളായിരുന്നു. നമ്മൾ പറയുമല്ലോ ഒറ്റയാൻ. അതെന്തും ചെയ്യുന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അങ്ങനെ അവിടെ ഞങ്ങൾ കവർ ചെയ്ത് പോകുന്നതിന് ശേഷമായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ആന റോഡ് ക്രോസ് ചെയ്ത് പോന്നു. അവിടെയും ദൈവം ഞങ്ങളെ സൂക്ഷിപ്പാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ പല സാഹചര്യങ്ങളിൽ വലിയ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഒക്കെ കർത്താവ് ഞങ്ങളെ വിടുവിക്കുവാൻ ഇടയായിത്തീരുന്നു. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം സമയം ആരോമ ടിവിയിലൂടെ എൻ്റെ സാക്ഷ്യം പറയുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. വിശേഷാൽ ഞാൻ ആരോമ ടിവിയുള്ള നന്ദി അറിയിക്കുന്നു. ദാനിയൽ ജോൺ പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. ആരോമ ടിവിയുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇത്രത്തോളം സമയം എൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കുള്ള നന്ദിയെയും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ജാർഖണ്ഡിൽ ഗഡ്വ ജില്ലയിൽ മിഷൻ പ്രവർത്തനങ്ങൾ വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിലേക്ക് കടന്നു വരുവാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇവിടെ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ച് പല മിഷൻ ഫീൽഡുകളിൽ കടന്നുപോയി അവിടുത്തെ പാവപ്പെട്ട ദൈവദാസന്മാരുടെ പ്രവർത്തനങ്ങൾ കാണുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് റിമോട്ട് പ്ലേസിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്, വലിയൊരു റിസ്ക് ആണ്. അത് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആയതുകൊണ്ട് അത് ഏറ്റെടുത്ത് അന്ത്യത്തോളം കർത്താവിന്റെ വരവ് വരെയും ഞങ്ങൾക്ക് കർത്താവ് ആയുസ്സും ആരോഗ്യവും തരുന്നിടത്തോളം നാള് ഈ ദേശത്തെ അനേക ആത്മാക്കളെ നേടുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഇത്രത്തോളം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില സമയങ്ങൾ കർത്താവേ, അങ്ങയുടെ സാക്ഷ്യം ഈ ആരോമ ടിവിയിലൂടെ പറയുവാൻ ദൈവം അടിയന് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ സാക്ഷ്യങ്ങൾ അനേകരിലേക്ക് എത്തിക്കുവാൻ ഈ ചാനലിനെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. പിന്നെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എന്റെ പ്രവർത്തകരെ എല്ലാം സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരായ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ സാക്ഷ്യം
കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഒരു മിഷൻ ചലഞ്ചിന് കാരണമായി തീരുവാനും, അനേകരുടെ ജീവിതത്തിൽ രോഗസൗഖ്യത്തിനും, അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാനും ഒരു മുഖാന്തരമായി എൻ്റെ യേശുപ്പച്ചൻ അവിടെ തീർക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന്റെ നാമം ഞങ്ങളോട് എല്ലാം മഹത്വം എടുപ്പാൻ അപ്പൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപ്പച്ചൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. താങ്ക് യു കർത്താവിൻ്റെ സിസ്റ്റർ ലീന സോജൻ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിൻ്റെ ദാസിക്ക് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയിട്ടുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, ഒന്നുകൂടി യാത്ര ചെയ്യുവാൻ ഈ അവസരം കർത്താവ് കൃപ ചെയ്തു. നന്നേ ചെറുപ്പത്തിൽ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ഭയഭക്തിയോടുകൂടി വളർന്നു വന്നതായ നല്ല അനുഭവവും നല്ല ബാല്യകാല ഓർമ്മകളെക്കുറിച്ച് പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. എന്നാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, കേവലം 12-13 വയസ്സുള്ളപ്പോൾ നേരിട്ടതായ മരണകരമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. വലതുവശം തളർന്നു പോയി, ഒരു രോഗിയായി മരണത്തിനും ജീവനും ഇടയ്ക്ക് വെല്ലുവിളികളുടെ നടുവിലൂടെ കടന്നുപോയ, അബോധാവസ്ഥയിൽ കിടന്നതായ ആ നാളുകളെ കുറിച്ച് പറയുകയുണ്ടായി. ഒരുപക്ഷെങ്കിൽ ശത്രുവിന് മുന്നമേ അറിയാമായിരുന്നു, ഇവൾ രക്ഷപ്പെട്ടാൽ, വളർന്നു വന്നാൽ കർത്താവിന് പ്രയോജനമുള്ളവളായി തീരും. അനേക തളർന്നു കിടക്കുന്നവരെ, തകർന്നു കിടക്കുന്നവരെ, ഇരുട്ടിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവളെ മുളയിലെ നുള്ളിക്കളഞ്ഞേക്കാം എന്നൊരു പക്ഷെങ്കിൽ പിശാച് ചിന്തിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ തകർത്ത് കളയുവാൻ ശ്രമിച്ച് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കുമെന്നുള്ളത് കൊണ്ട് പിശാച് അവിടെ പരാജയപ്പെട്ടു. തളർത്തി രോഗിയായി കിടത്തിക്കളയുവാനോ അല്ലെങ്കിൽ ഒരു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനോ കർത്താവ് അനുവദിച്ചില്ല. കാരണം പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ ദൈവത്തിന് വേണ്ടുന്നവരെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിലും ആത്മാവിലും ജീവനിലും വളർന്നു വരുന്ന ജീവിത പശ്ചാത്തലത്തിലും ഏതെല്ലാം രൂപമാറ്റങ്ങൾ, ഏതെല്ലാം ഭേദവ്യത്യാസങ്ങൾ വരുത്തണമെന്ന് ദൈവത്തിനറിയാം. അതനുസരിച്ച് ആ വ്യക്തിയെ ദൈവം ആ മാറ്റങ്ങളൊക്കെ വരുത്തി, ചിലപ്പോൾ സ്വഭാവത്തിന്, കാഴ്ചപ്പാടിന്, ചിന്താഗതികൾക്ക്, മനോഭാവത്തിന് ഒക്കെ മാറ്റം വരുത്തി ദൈവം ആ വ്യക്തിയെ രൂപപ്പെടുത്തി ഒരുക്കിയെടുക്കുവാൻ ഇടയായിത്തീരും. കാരണം നമുക്ക് കൂടി മനസ്സിലാകണമല്ലോ, ആമേന്, ദൈവമാണ് എന്നെ ഈ നിലയിൽ രൂപപ്പെടുത്തി എടുത്തത് എന്ന് നാമും മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന ചില അവസരങ്ങളാണ്. എന്നാൽ ആ ചെറുപ്പത്തിൽ ദൈവം അത്ഭുതകരമായ വിടുതലയച്ചു. അതെ, വലിയ ദൈവ സാന്നിധ്യത്തിൽ തന്നെ പ്രിയ ലീന സിസ്റ്ററിനെ കർത്താവ് ഒരുക്കിയെടുക്കുവാൻ, സൗഖ്യം തരുവാൻ കഴിഞ്ഞു എന്ന് കേട്ടു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടുള്ളതായ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ, ഒരു ദൈവോഹിതരായി തീരുവാൻ, നഴ്സിങ്ങിനൊക്കെ പോയെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരു ദൈവദാസന്റെ ഭാര്യയായിരിക്കുവാൻ ആഗ്രഹിച്ച ആ നിലയിൽ കർത്താവ് അവസരമൊരുക്കി. അതുമാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ കർത്തൃ ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആ വലിയ ആഴമായ ആഗ്രഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ദൈവം സാധ്യമാക്കി തന്നു. ജാർഖണ്ഡിൽ വരുവാൻ, ഉത്തരഭാരതത്തിന്റെ വിവിധ ഇടങ്ങളിൽ കടന്നു പോവാൻ ഒക്കെ ദൈവം സഹായിച്ചു. ഇപ്പോൾ ജാർഖണ്ഡിലെ ഗഡ്വാ ജില്ലയില് ആരും ചെല്ലുവാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നക്സലേറ്റുകൾ ഉള്ള, അങ്ങനെ അല്ലെങ്കിൽ ഗുണ്ടകൾ നിറഞ്ഞതായ ആ ഒരു ദേശത്തേക്ക് അപരിഷ്കൃതരായ ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ പഠിപ്പിക്കുവാനും, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാനും, ദൈവസ്നേഹം അവരുമായി പങ്കുവയ്ക്കുവാനും, അവരിലൊരുവനെ പോലെ അവരുടെ ഇടയിൽ താമസിച്ച് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കണ്ണുനീരൊഴുക്ക് പ്രാർത്ഥിക്കുവാൻ, അവരുടെ ഇടയിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം നിങ്ങളെ അവിടെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ആക്കി വച്ചിരിക്കുന്നു. കുടുംബമായി ഇന്ന് കർത്താവിന് വേണ്ടി ആ ദേശത്ത് ശക്തമായി
പ്രയോജനപ്പെടുന്നു എന്ന് സിസ്റ്ററിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവം നടത്തിയ അസാധാരണമായ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. നിശ്ചയമായിട്ടും ആ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. ആ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. ഒരു ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം ഒരുവനെ അന്വേഷിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദേശത്തേക്ക് ദൈവം നിങ്ങളെ അയച്ചു. ആ ദേശത്ത് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതത് ദിവസത്തെ ആഹാരവും വസ്ത്രവും പാർപ്പിടവും ജീവിത സൗകര്യങ്ങളും സ്വർഗത്തിലെ ദൈവം അതത് സമയത്ത് ഒരുക്കി. കാരണം നമുക്ക് ആഗ്രഹമല്ല, അത്യാഗ്രഹമല്ല, നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ് ദൈവം ഈ ഭൂമിയിൽ നിവർത്തിച്ചു തരുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അതത് ദിവസത്തേക്ക് കർത്താവ് നമുക്ക് നൽകി തന്ന് നമ്മളെ ജയോത്സവമായി വഴി നടത്തുന്ന ദൈവമാണ്. അതെ, ജാർഖണ്ഡിൽ ഗഡുവ ജില്ലയിൽ നിങ്ങൾ പാർക്കുന്ന പ്രദേശത്ത് ആ കത്തിയിരിയുന്ന വിളക്ക് പോലെ ആ ദേശത്ത് പ്രകാശം പരത്തുവാൻ, അവിടെയുള്ള ഇരുട്ടിലായിരിക്കുന്ന അനേകരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കുടുംബമായ ദൈവം സഹായിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം പിന്നെയും കാത്തു സൂക്ഷിക്കുവാൻ, അനേകരെ അതിനെ ഒരുക്കിയെടുക്കുവാൻ ദൈവം നിങ്ങളെ ഉപകരിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയോട്, കുടുംബ അംഗങ്ങളോട് ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക്, കേൾവിക്കാർക്ക് ഒരു പ്രചോദനവും വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനും ഉപകരിക്കപ്പെടുന്നുവെങ്കിൽ അതിൽ പരം മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ വാത്സല്യ കുടുംബത്തെ, പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കഴിയുമെങ്കിൽ കർത്താവിന്റെ ദാസി ഓർപ്പിച്ചതുപോലെ അവിടേക്ക് പോകുവാൻ കഴിയുമെങ്കിൽ പോകുക. അതല്ല എങ്കിൽ ഒരാളിനെ അയക്കുവാൻ കഴിയുമെങ്കിൽ അയക്കുക. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങൾ വിശാലമാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏതെങ്കിലും കാര്യം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വാട്സപ്പ് നമ്പർ മെസ്സേജ് ആയിട്ട് അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.